கண்ணே உன்னை பார்த்து உன் கண்ணால் உன்னை பார்த்து நான் சொல்ல வந்த வார்த்தைகள் டோட்டல் சக்க போச்சு. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞേ ഒന്ന് തിരിഞ്ഞ ഒന്ന് സൂപ്പർ വുമൺ. അല്ല ഇക്ക ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് നോക്കി പറയുന്ന ഫുൾ പെമ്പിള്ളാരോട് മാത്രം നോക്കാതെ ഞാനും കൂടെ ഇവിടെ ലൈഫിൽ ചില ചേഞ്ചസ്. ആ അച്ഛൻ മരിച്ചു എന്ന് പെട്ടെന്ന് നീ അറിയുക. അതിനോടൊപ്പം തന്നെ 1 കോടി നിനക്ക് ലോട്ടറി അടിച്ചെന്നറിയുക. നിനക്കെന്താ ഇത്ര വിഷമം വല്ലാണ്ടൊക്കെ ഇരിക്കുന്നു? നിനക്കങ്ങനെ തോന്നിയോ? എന്താന്നറിയില്ല, ഒരാൾക്ക് നല്ലത് വരും അറിയുമ്പോ ദേ ഇവിടെ ഒരു വിങ്ങല. ആദ്യമൊക്കെ വിചാരിച്ചു ഗ്യാസിന്റെ ആണ്. അല്ലല്ല ഇത് അതിന്റെയാ. ഇത് Comedy Super Night co-presented by Kairali TMD Steel Bar. Comedy Super Nightന്റെ ഇന്നത്തെ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ പതിവ് പോലെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടനെ. അയ്യേ ഒച്ചയൊന്നും വരില്ല. ഇത്രയും ഒച്ച പോരെ എനിക്ക് ചെവിയാട്ടൂടാന്ന് കരുതി. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സുഖമല്ലേ? അശ്വതിക്ക് സുഖമാണോ? സുഖം. കൊള്ളാം, നല്ല ഡ്രസ്സ്. ആണോ? ആ നല്ലത് കണ്ടാ നമ്മൾ പറയണം നല്ല ഡ്രസ്സ്. പക്ഷെ വീണ്ടും പറയുന്നു അശ്വതിക്ക് ചേരുന്നത് സാരി തന്നെയാണ് അല്ലേ? ചേട്ടൻ എന്തിനാ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ? ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ പലരും എന്നോട് പിന്നെ ഇങ്ങനെ വന്ന് പറയും, സുരാജ ഒന്ന് പറഞ്ഞേക്കണം ആ കുട്ടിയുടെ ഡ്രസ്സ്, അയ്യോ ചില നേരത്തെ ഡ്രസ്സ് കണ്ടാ പെറ്റ തള്ള സഹിക്കില്ലാന്ന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ചേട്ടൻ അത് പറഞ്ഞു. പിന്നെ ചേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും തുറന്ന് പറയാറില്ല. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് തുടങ്ങാം. ശരി, ഓക്കെ. എല്ലാവർക്കും എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് പറഞ്ഞോ. സൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഒപ്പം ചിത്രത്തിലെ താരങ്ങളുമാണ് ഇന്നിവിടെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, ആരെയൊക്കെയാണ്? മൊത്തം എത്ര പേരുണ്ട്? മൊത്തം ഒരു 6 പേരുണ്ട്. 6 പേരുണ്ട്. ഈ 2 പേരെ വെച്ചിട്ട് നമുക്ക് വിളിച്ചാൽ മതി. ശരി, ആദ്യത്തെ താരങ്ങൾ ആരൊക്കെയാണ്? ഒരു ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അതിന്റെ കപ്പിത്താൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്രത്തിന്റെ സംവിധായകൻ നമ്മുടെ പ്രിയപ്പെട്ട നാദിർ ഷാ, ഒപ്പം ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായിക ശൃന്ധ. മഞ്ഞാടും മാമലത്താഴത്ത് നീ എന്ന് പാടടി പൂങ്കുയിലേ, പൊന്മാനെ പൂന്തേനെ മേ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം നെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ, മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നിൻ വീടമ്പേ വിടർന്ന കടമ്പേ കിലങ്ങും ചീലമ്പേ കുറുമ്പിൻ തരിമ്പേ. கண்ணே உன்னை பார்த்து உன் கண்ணால் உன்னை பார்த்து நான் சொல்ல வந்த வார்த்தைகள் டோட்டல் சக்க போச்சு. நீயே ரொம்ப ஸ்வீட்டு, நீ பேசும் பாரக்கீட்டு, அதனால டெய்லி நைட்டு நான் ஆசைப்பட்டேன் சாட்டு. காதல் வந்த மாட்டு நீ டோன்ட் ஃபீல் பேட், வா பாரு எந்தன் ஹார்ட் அது 100% கோல்டு. எதுக்கு பையன் காதலிச்சா கழுத்து போயிடுமா, கொழுத்து போனால் உனது மனம் பறந்து போயிடுமா. இதயம் இங்கே துடிக்குதடி, உனது முகம் வரையுதடி, சிங்கார பொன்னின் தீடம்பே விடர்ன கடம்பே கிளங்கும் துயிலம்பே குறும்பின் தரிம்பே. പൊന്മാനെ പൂന്തേനെ മേ മിന്നിത്തെന്നും മീനെ, കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ.
ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നിൻ തീടമ്പേ വിടർന്ന കടമ്പേ കീലെന്നും കീലമ്പേ കുറുമ്പിൻ തരിമ്പേ ഐ ലവ് യു. നമസ്തേ. എന്തുണ്ടിക്ക സുഖമല്ലേ? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ. അതെ, ഇത് മൂന്നാമത്തെ ലൂണാർ പ്രാവശ്യം. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാ. ഇത് മൂന്നാമത്തെ പ്രാവശ്യമായി. അതാണ് വന്നവർ വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഒരുപാട് സന്തോഷമൊക്കെ നമ്മൾ ഈ ഒരു മിമിക്രി കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരു സൂപ്പർ സംവിധായകൻ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം, നമുക്കെല്ലാം അഭിമാനമുള്ള ഒരു കാര്യം തന്നെ. താങ്ക് യു സാറേ. ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ സെലിംകുമാർ പറഞ്ഞിട്ടുണ്ട്, കുറേ നാളെ ഇവൻ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സിംഹം പതുങ്ങി നിൽക്കുന്നത് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് പതുങ്ങി നിൽക്കുക. അപ്പൊ സലീം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനെ പതുങ്ങി ഇരുന്ന് പട്ടിണി കിടന്ന് ചത്തു എന്നുള്ള പേരുദോഷം, ആ സിംഹം പട്ടിണി കിടന്ന് ചത്തു എന്നുള്ള പേരുദോഷം പറയുന്നത്. എന്തായാലും സൂപ്പർ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. അമർ അക്ബർ അന്തോണി സൂപ്പർ ഡ്യൂപ്പർ ഫിലിമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം വെച്ചാൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത്, ഇക്കായിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടിയില്ല. അല്ല, അത് തന്നെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുക. അതിലല്ല, ശരിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നാദൃഷ ചെയ്ത പടം ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. നാദൃഷയിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അതിന്റെ ക്ലൈമാക്സ് പോർഷൻ എത്തിയപ്പോ ഒരിക്കലും നാദൃഷയാണെന്ന് വിചാരിച്ചില്ല. അതല്ല, കോമഡി 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 കോമഡി. ഞാനപ്പോൾ വിചാരിച്ചിരുന്ന, എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു സിനിമ ചെയ്യാത്ത എന്താന്ന് ചോദിച്ചിരുന്ന ഫ്രണ്ട്സ്, നാദൃഷ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് അങ്ങനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താണ് അപ്പോൾ ശരിക്കും നമ്മളെ പറ്റി ഒരു ധാരണയില്ലായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അതായിരുന്നു സത്യമല്ലേ? ഒരിക്കലില്ല. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്രയും ഡിലേ ആയത് ഇത്രയും വലിയൊരു സിനിമ ചെയ്യാനായിരുന്നു. അതുമല്ല, ഉഗ്രം കൂട്ടുകെട്ട്, പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, അത് ഉഗ്രം കൂട്ടുകെട്ടായിരുന്നു. നമ്മൾ മലയാള സിനിമയിൽ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് തന്നെ വന്നു. അതിൽ വലിയൊരു സക്സസ് ആയപ്പോഴത്തേനും ഒരുപാട് സന്തോഷം. എല്ലാ ജനങ്ങളും കണ്ട ഒരു സിനിമയാണ്. ഇനി കാണാത്തവർ ഉറപ്പായിട്ടും തിയേറ്ററിൽ ചെല്ലുക, കാണുക. അതുപോലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. ഇക്ക കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ഈ സ്റ്റേജിൽ വന്നപ്പോൾ തന്നെ നമ്മൾ അതിൽ ഒരു സോങ് പാടിച്ചിട്ടാണ് വിട്ടത്. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രേമം എന്നാണ്. അപ്പോഴേ നമ്മൾ പറഞ്ഞു ഇത് ഇനി വരാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് സോങ് എന്നാണ്. അപ്പൊ ആ സിനിമയിൽ വന്ന പാട്ടുകളൊക്കെ ഹിറ്റ് സോങ്. അപ്പൊ അല്ല, വേറെ കാര്യമുണ്ട്, ഈ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് മാത്രമാണോ ഈ സിനിമയിൽ ഇവിടെ അഭിനയിച്ച ഒരു നായികമാരിൽ ഒരാൾ വന്നിരിക്കുന്നുണ്ട്? അല്ല സാർ, അത് പറയാനിരിക്കുന്നുള്ളൂ. അല്ല, സാറ് സംസാരിച്ചതിന് ശേഷം ഇനി ഇക്കായെന്നൊക്കെ വിളിക്കാവോ? സാറെന്ന് തന്നെ വിളിക്കണോ? അല്ല, വേണ്ട സുരാജ്. അല്ല, ഞാൻ ഇനി അടുത്ത് അങ്ങോട്ട് കടക്കാൻ പോകുന്നുള്ള ആളെ ഇക്ക കുറച്ച് പുകഴ്ത്തി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇവിടെ തുടങ്ങാൻ. കാര്യം വെച്ചാൽ ശ്രിന്റെ ഏത് പടത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നു എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യതാരമായിട്ട് പ്രഖ്യാപിച്ചു. ഭാഗ്യതാരം. ശ്രിന്റെ ഇങ്ങനെ ഒരു വേഷത്തിൽ ഒരിക്കലും ആ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ഏത് ഇങ്ങനത്തെ വേഷത്തിൽ? ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ഒന്ന് ടേൺ ചെയ്യും. ഞാൻ സൂപ്പർമാൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സൂപ്പർ വുമൻ. ഓക്കെ, അതെന്തായാലും മനോഹരമായിട്ടുണ്ട്. ഈ ചെയ്ത സിനിമകളെല്ലാം ബമ്പർ ഹിറ്റ് ആകുന്നു. അതൊരു പിന്നെ വിജയ നായികയായിട്ട് പ്രഖ്യാപിക്കാനുള്ള സമയം കഴിഞ്ഞില്ലേ? ഇല്ല, ചെയ്ത സിനിമകളെല്ലാം സൂപ്പറാണല്ലോ. ഇതില് ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും ഹോൾ ടീമിന്റെയും കഴിവാണ്, എന്റെ കഴിവല്ല, എന്റെ മാത്രം കഴിവല്ല. ഒരു സിനിമ ടീം വർക്കാണ്. തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരു കഥാപാത്രം വന്നു ചേരുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരു നടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇക്കായുമായിട്ടുള്ള എക്സ്പീരിയൻസ്? എന്നെ ഫസ്റ്റ് നാദൃഷിക്ക് ടമാർ പടാർ കണ്ടിട്ടാണ് വിളിച്ചിട്ട്. നന്നായിരുന്നു, പടം നന്നായിരുന്നു, പിന്നെ ശ്രിന്റയുടെ അഭിനയം നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 1983 നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രിന്റയെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഏതാണെന്ന് പറയോ? നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച 22 ഫീമെയിൽ കോട്ടയല്ല, എനിക്ക് ഏതാ അതല്ല. അപ്പൊ ഈ പടത്തിലൊക്കെ അഭിനയിച്ചെന്നുള്ളതിന്റെ പറയുന്നത് അറിയാം കൃത്യമായി. അല്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടും കൂടെ അവിടെ റിഹേഴ്സലൊക്കെ നോക്കിയിട്ട് വന്നത്. അതിൽ ഞാൻ അങ്ങോട്ട് മാറി. നിങ്ങൾ എല്ലാ പടങ്ങളും പറയും. അതല്ലെന്ന് നമ്മുടെ അന്നയും റസൂലും. അതാണ് അന്നയും റസൂലും. ആ സിനിമയിലാണ് ശരിക്കും പറഞ്ഞത് എന്താണ് ഒരു ഫാസില.
അതിനകത്ത് ആ ഡയലോഗ് എന്ന് പറഞ്ഞേ, നീ പ്രേമിച്ചോടാ മുത്തേ. നീ പ്രേമിച്ചോടെ മുത്തേ ഞമ്മളില്ല കൂടെ തനി കൊച്ചിക്കാരി അല്ലേ. ശരിക്ക് ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇതൊരു എന്താ പറയുക, സിനിമ നടി അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് പ്രസന്റ് ചെയ്യുന്നതല്ല, ആ ലോക്കലായിട്ടുള്ള അവിടെ ഏതോ ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് പറയിപ്പിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത്ര വളരെ നാച്ചുറലായിട്ട് അതാണെന്ന് ശ്രദ്ധിക്കപ്പെടുത്തിയിട്ടാണ്. ആ ഒരു ക്യാരക്ടറാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പെട്ടത്. ബ്രേക്ക്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അഭിനയിച്ചതിൽ, ഇത്രയും നാളുകൊണ്ട് അഭിനയിച്ചതിൽ ഏറ്റവും ക്ലിക്കായ വേഷം ഏതാണ് തോന്നിയത്? 1983. ഓക്കെ, ഇപ്പൊ പ്രസന്റ് റസ്മിനയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. റസ്മിന, അമർ അക്ബർ അന്തോണിയിലെ റസ്മിന എന്ന ക്യാരക്ടർ എനിക്ക് സന്തോഷം തോന്നിയെന്താണെന്ന് അറിയോ സുരാജ് ചേട്ടാ, നാദൃശയ്ക്ക് എന്നോട് ഇതിലും കൊച്ചിക്കാരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ചെയ്യുന്ന പോലെയുള്ള എന്തെങ്കിലും ഡയലോഗൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതൊരു ടൈപ്പ് കാസ്റ്റ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നാദൃശയ്ക്ക് എന്നോട് ഇതിൻ്റെ സ്റ്റോറി നറേറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം ഒരു ഡയലോഗും ഇല്ലാണ്ട് തന്നെയും പെർഫോം ചെയ്യാനുള്ള നല്ല സ്പേസ് എനിക്ക് ഈ സിനിമയിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്തൊരു പരാതി കൂടി ഉണ്ട്. അതിനകത്ത് എനിക്ക് അധികം ഡയലോഗ് ഉണ്ടായില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി. എന്തിനാ ഡയലോഗ്? അല്ല, അവസാനത്തെ ഒറ്റ പെർഫോമൻസ് മാത്രം പോരെ? ഇല്ല, വേണ്ട. അതാണ് എന്റെ സന്തോഷം. എനിക്ക് സമാധാനമായി സത്യമായിട്ടും. ഞങ്ങളുടെ സമാധാനം അതായിരുന്നു, ഡയലോഗ് പറയിപ്പിക്കാതിരിക്കുക. അതായത് എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ്? നാദൃശിക എനിക്ക് ആദ്യമായിട്ട് ഡയറക്റ്റ് ഇപ്പം സിനിമയല്ലേ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. നാദൃശിക ഇപ്പൊ ഇവിടെ ഇൻഡസ്ട്രിയിലുള്ളത് അത്രേ ഭയങ്കര സൂപ്പർ കൂളായിരുന്നു. ഭയങ്കര കൂളായിരുന്നു. ലൊക്കേഷനിൽ ഭയങ്കര കൂളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ക്യാരക്ടർ ചെയ്ത ആൾക്കാരെ പോലും നമുക്ക് കൺമുന്നിൽ തന്നെ കാണാം. കാര്യം വെച്ച് ചെയ്ത എല്ലാ സീനും ഇങ്ങനെ കയറി പോകുന്ന ഒരു രീതിയായിരുന്നു. അതിൽ തിരക്കഥാകൃത്തുക്കൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ സീനായാലും നമുക്ക് ഇപ്പോഴും അതെല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റുന്നു. പിന്നെ മറക്കാനാകാത്ത ചിരിച്ച് ഇടപാട് തീർന്ന ഒരു സീനുണ്ട്, പ്രതികാരം ചെയ്യാനായിട്ട് ഇന്ദ്രജിത്ത് പോകുന്ന ആ സീൻ. ഭയങ്കര ഇഷ്ടമാണ് തിയേറ്റർ സീൻ. അത് ശരിക്കും സ്ക്രിപ്റ്റിൽ അതുണ്ടായിരുന്നു. അവസാനത്തെ ഡയലോഗ് ഉണ്ടായിരുന്നു, ഇനി നമുക്ക് നാളെ പ്രതികാരം ചെയ്യാം. പ്രതികാരം നാളെ ചെയ്ത പോലെ അത് അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ നിന്നിട്ട് ഈ കംപ്ലീറ്റ് എല്ലാ ഡയലോഗും ക്ലൈമാക്സ് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കില്ല. അല്ല, എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അത്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമർ അക്ബർ അന്തോണി ഇത് കാണുക എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ വിജയം കൂടിയാണ്. പിന്നെ ഇപ്പോ ഈ ശ്രിന്റെ അടുത്ത് പറഞ്ഞില്ലേ, വളരെ കൂളായിട്ടാണ് ശ്രിന്റെ അല്ല, ഞാൻ കൂളായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കണ്ട് വരണ്ട് ഇങ്ങനെ സച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡയറക്ടർ സച്ചി, റോഷൻ, ആ ഗ്യാങ് എല്ലാവരുടെയും, മറ്റേ റോഷൻ ചിറ്റൂര്, അവരൊരു ലൊക്കേഷനിൽ വന്നപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് വെച്ച്, ഇവിടെ പൃഥ്വിരാജും ജയസൂര്യ ഇന്ദ്രജിത്ത് ഇവരെല്ലാവരും വെച്ചിട്ട് നിങ്ങൾ ഇത്രയും കൂളായിട്ട് നിങ്ങളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഞാൻ വിചാരിച്ച് നിങ്ങൾ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞ് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാമെങ്കിലല്ലേ. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഇത് ഇവരൊന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ്. അതുവരെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഓ, ഇങ്ങനെ സീരിയസ് ആകണമായിരുന്നു. അപ്പം പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമ്മളുടെ അടുത്ത് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഈ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഇപ്പം 3 ഹീറോസ് മാത്രമല്ല, അതിൻ്റെ നമിത പ്രമോദ്, ഇവരെല്ലാവരും വെച്ചിട്ട് ഇപ്പം ഷാജോൺ, നമ്മുടെ സാജു നവോദയ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമുക്ക് അടുത്തറിയാവുന്ന, നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പെരുമാറാൻ പറ്റുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ഷോട്ട് എടുക്കുന്നത്. ആ ഒരു ഫ്രണ്ട്ലി അവരെല്ലാവരും നമ്മളുടെ അടുത്ത് വളരെ സൗഹൃദം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാനും റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ സുരാജ് കണ്ട് ഞാൻ ടെൻഷൻ അടിച്ചു വന്നിട്ട്. തീർച്ചയായിട്ടും ഞാനുണ്ടാക്കി അങ്ങനെ ശരിക്കും അല്ല, ഇക്ക ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് നോക്കി പറയാന്ന, ഫുൾ പെമ്പിള്ളാരോട് മാത്രം നോക്കാതെ ഞാനും കൂടെ ഇവിടെ കഴുത്ത് കഴിക്കുന്നു. ഒന്നിങ്ങോട്ടും കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നേ. അല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അട്രാക്ഷൻ ഇങ്ങോട്ട്. സത്യങ്ങൾ നമ്മൾ എപ്പോഴും തുറന്നു പറയണം. തള്ള സഹിക്കില്ല. ദൈവമേ, വെറുതെ പറഞ്ഞാണ്. ഇക്ക, ബാക്കി ലൊക്കേഷനിൽ നടന്ന ഹ്യൂമറുകൾ മാത്രം നമുക്കറിഞ്ഞാൽ, സിനിമയിൽ ഇഷ്ടം പോലെ ഹ്യൂമർ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ നടന്ന ഹ്യൂമർ അല്ല ഞാൻ പറഞ്ഞ, നമ്മൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇതിന്റെ തിരക്കഥാകൃത്തുക്കളുണ്ട്. തിരക്കഥ സംഭാഷണം എഴുതിയ അവരെ വിളിച്ച് ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ രണ്ടുപേര്. അപ്പൊ ആ 2 പേരെ കൂടി നമുക്ക് ഇങ്ങോട്ട് ഹർഷാരവത്തോടു കൂടി സ്വാഗതം ചെയ്യാം.
അവരിലും ഒരു പ്രത്യേകതയുണ്ട്, അവരും മിമിക്രി താരങ്ങളായിരുന്നു. അതിൽ തന്നെ നമുക്ക് മറ്റൊരു വലിയൊരു സന്തോഷം. സ്വാഗതം ചെയ്യാം ബിപിൻ ആൻഡ് വിഷ്ണു. വെൽക്കം വിഷ്ണു. നമസ്തേ ബിപിൻ. അപ്പോ പ്രേക്ഷകരെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഇവര് മത്സരിച്ചെഴുതിയ സ്ക്രിപ്റ്റാണ് അമർ അക്ബർ അന്തോണി. എന്തായാലും അത് ഗംഭീര ഹിറ്റായി, നമുക്ക് ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ച് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് സിനിമയിലേക്ക് വലിയൊരു കാൽവയ്പുമായിട്ട് വന്നേക്കാണ്. സ്വാഗതം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോരുന്നത് ഇങ്ങനെ അടുത്ത് ലാലേട്ടനൊക്കെ വെച്ച് മമ്മൂക്ക വെച്ച് അങ്ങനെ പൊക്കോളണം കേട്ടോ. ഓക്കെ, ഇദ്ദേഹം കഥയായിട്ട് വന്ന കഥ ഇക്ക പറഞ്ഞല്ലോ. ഇല്ല സുരാജെ, ഇത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഇവര് അഭിനയമോഹികളായിരുന്നു രണ്ടുപേരും. അതെ, എനിക്കറിയാം. വിഷ്ണു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ മാത്രം അഭിനയിച്ചിട്ടില്ല. ടെലിവിഷൻ പരിപാടികളിൽ പല പ്രോഗ്രാമിന്റെയും എഴുത്തിന്റെ പിന്നില് വിപിന്റെ കരങ്ങളുണ്ടായിരുന്നു. അതെ, ഇവര് സിനിമയ്ക്ക് കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന പേരല്ല, വേറൊരു പേരിട്ടിട്ടാ വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ഇക്ക ഞങ്ങളുടെ അടുത്തൊരു കഥയുണ്ടെന്ന് പറഞ്ഞത് ഷാജോൺ മുഖേനയാണ്. ഷാജോൺ പറഞ്ഞു ഇവരുടെ അടുത്തൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കഥ പറഞ്ഞു 10 മിനിറ്റ്. അപ്പോൾ പറഞ്ഞു 10 മിനിറ്റ് അല്ല, ഞങ്ങളിത് ഒന്ന് സീനൊന്ന് വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വായിച്ചു. അങ്ങനെ ഇരുന്ന് ഇവര് വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഹീറോയും ബാക്കി 2 പേരും. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഹീറോ, ഇതിനകത്ത് 3 പ്രധാന കഥാപാത്രങ്ങളുണ്ടല്ലോ. അല്ല അത് ഞങ്ങളാണ്, ഞങ്ങൾ രണ്ടുപേരും. ഇവർ രണ്ടുപേരും. അപ്പൊ ഇതിൽ ആരാ പൃഥ്വിരാജ് മനസ്സിൽ കണ്ടത്? ഇതായിരുന്നോ പൃഥ്വിരാജ്? സ്വന്തമായിട്ട് സ്റ്റാർ ആവാൻ വേണ്ടിട്ട് തന്നെ എഴുതിക്കൊണ്ട് കൊടുത്തതാ. അല്ല, അതിന്റെ ഷൂട്ട് നമ്മുടെ സോങ് എടുക്കുമ്പോ റാമോജി ഫിലിം സിറ്റിയിൽ സോങ് എടുത്തോണ്ടിരിക്കുമ്പോ ഫുൾ AC ഫ്ലോറിൽ നമ്മളെല്ലാവരും ഇരുന്ന് സോങ്ങിന്റെ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചോണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഇക്ക ഒരു സാധനം പറഞ്ഞ് ഞങ്ങളിങ്ങനെ അടിമുടി നോക്കിയിട്ട്, എടാ ഇത് റാമോജി റാവ് ഫിലിം സിറ്റി, ഇവിടെ വെച്ചിട്ടാ നമ്മളിപ്പോ സോങ് എടുക്കണത്, നീയൊക്കെ അല്ലേ ഇതിൽ നായകനാകാൻ വന്നത്, നേരെ നിങ്ങളായിരുന്നെങ്കിൽ വെണ്ടുരുത്തി പാലത്തിന്റെ അടിയിൽ എടുക്കേണ്ട സോങ്ങാണിത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാജുവേട്ടന്റെ മറ്റേ ആസ്റ്റൺ മാർട്ടിൽ വന്ന രംഗമൊക്കെ ഉണ്ടല്ലോ പടത്തില്. ഇടയ്ക്കിടക്കപ്പോ നാദിഷ്ക്ക് വിളിച്ചിട്ട് അത് കണ്ടിട്ട് വിഷ്ണു നീ കോട്ടിട്ട് ആസ്റ്റൺ മാർട്ടില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ശരിക്കും പടം എഴുതി കൊടുത്തിട്ട് പടം തീരുന്നവരെ ഇങ്ങനെ കമന്റ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും അഭിനയിക്കാൻ വേണ്ടി വന്നിട്ട് അതിനകത്ത് ശരിക്ക് ജയസൂര്യ ചെയ്ത കഥാപാത്രമാണ് ബിപിൻ. 2 ക്യാരക്ടർ പോയപ്പോഴും ഞാൻ വിചാരിച്ചു കാല് വയ്യാത്ത ക്യാരക്ടർ അത് എന്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത്. പക്ഷെ അത് എന്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഐഡിയ ചെയ്താ, പക്ഷെ ഏറ്റില്ല. അത് അസലായിട്ട് ജയസൂര്യ ചെയ്യുന്നു. അല്ല, ജയൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് ബിപിനെ വിളിച്ച് മാറ്റിയിരുത്തിയിട്ട് വീട്ടുവിശേഷങ്ങൾ ചോദിക്കുന്നു, ബിപിന്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. നിന്റെ മാനസികാവസ്ഥ ആ സമയത്ത് എന്താണ്, എല്ലാ കാര്യങ്ങളും ജനിച്ച മുതലുള്ള എന്റെ ജീവിതത്തിലുണ്ടായ സന്തോഷവും സങ്കടവും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ചേട്ടൻ. എന്നിട്ടാണ് കഥാപാത്രം ബിപിനെ പഠിച്ചിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് മറ്റേ ആ നിക്കറിന്റെ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, പടം കണ്ടവർക്ക് മനസ്സിലാവും, അതൊക്കെ നടന്നതാണ്. അത് പറഞ്ഞു ഞാൻ ഇല്ല അത് പറഞ്ഞല്ലോ. ഓക്കെ, പൃഥ്വിരാജ് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. പൃഥ്വിരാജ് പുള്ളി ഇവനാണെന്ന് അറിഞ്ഞോടുകൂടി ഷോക്ക് ആയിപ്പോയല്ല. അല്ല ശരിക്ക് വേറൊരു കാര്യം പറയാം, ഇവർക്ക് രണ്ടുപേരും നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഇപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം ഞങ്ങൾ 3 പേരുടെയും ഒരു ഫംഗ്ഷന് പോയി. ഞാനൊരു കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടേ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഇവന്മാരുടെ ഇടയിലെ മിമിക്രി അത് ശരിക്കും ആസ്വദിക്കുന്നത്. രണ്ടുപേരും അസാധ്യമായിട്ട് മിമിക്രി. നിങ്ങൾ എത്ര വർഷങ്ങളുള്ള ഫ്രണ്ട്സ് ആണ്? ഞങ്ങള് 6ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് പോലെ ഒരുമിച്ച് പഠിച്ചു. ഒരുമിച്ച് പഠിച്ചതല്ല, ഞാൻ വേറെ സ്കൂളിൽ ഇവൻ വേറെ സ്കൂളിലായിരുന്നു. പക്ഷെ ഞങ്ങള് കലാമത്സരങ്ങൾ, മിമിക്രി മോണാക്ട് മത്സരങ്ങളിൽ ജില്ലാ വരുമ്പോ അവിടെ വെച്ച് കണ്ടുമുട്ടും, മത്സരിക്കലായിരുന്നു. ഞങ്ങള് ശത്രുക്കളായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും ഇതുപോലെ ഒന്നിച്ചായിരിക്കും. അല്ല, പലരും പറയും നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് പിരിയരുത്, ആ സൗഹൃദം കളയരുന്നൊക്കെ. സുഹൃത്തുക്കളാണെങ്കിലല്ല പ്രശ്നമുള്ളൂ, ശത്രുക്കളായതുകൊണ്ട്. അല്ല, ഇടയ്ക്ക് നമ്മൾ തെറ്റിക്കാൻ നോക്കി. ഞങ്ങള് ലൊക്കേഷനിൽ ഇരിക്കാൻ നേരത്തെ നമ്മൾ തെറ്റിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, എടാ വിഷ്ണു, നിന്നെ കൂടാതെ വിപിൻ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവനെ വിളിച്ചിട്ട് ഇവൻ ചില സമയത്തൊക്കെ ഇവൻ മാറിയിരുന്ന ആരെങ്കിലും പത്രക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, വിപിനെ വിളിച്ചിട്ട് കണ്ട അവനെ ഒറ്റയ്ക്ക് ബൂസ്റ്റ് ചെയ്യണവൻ. കാരണം നമുക്ക് ഇവന്ന് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാലാണ് 2 മനസ്സിലായി, ചുരുക്കത്തിൽ മനസ്സിലായി. ഒറ്റ സിനിമ
അല്ല നമുക്ക് 2 സ്ക്രിപ്റ്റ് കിട്ടും. അതെ, തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഒരു ഗുണമില്ലാത്ത 2 സ്ക്രിപ്റ്റ് ഇട്ടിട്ട് വല്ല കാര്യമുണ്ട്. ഒരുമിച്ച് നല്ല കാര്യം. ഒരു ഉപയോഗമില്ലാത്ത 2 കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഉപയോഗമുള്ള ഒരെണ്ണമാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയില്ലെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറച്ച് നമുക്ക് മിമിക്രി ആവാം. വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് ഇമിറ്റേഷൻ ആണോ? ഇമിറ്റേഷൻ ചെയ്യാം. മതി, അത് തന്നെ ചെയ്താൽ മതി. വിപിൻ്റെ തന്നെ ആദ്യം കേൾക്കാം. വിപിൻ ജോർജ് ഏതായിരുന്നു ആദ്യം ചെയ്തിരുന്നത്? ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലെ വേലക്കാരനായിട്ട് അഭിനയിച്ച നമ്മുടെ പടത്തിൽ രാജുവേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ശശി കലിംഗയുടെ ശബ്ദം. ശശി കലിക. ഓക്കെ. കാന്തമുച്ചി നല്ല പിടക്കട വരാതാ. പത്മശ്രീ ഉണ്ടോ? പത്മശ്രീ വേണോ? ഓ എന്തായിരുന്നു ചോറ് കാലായി. ശശി ചേട്ടനെ ഇത്രയും ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അസലായിരുന്നു. ഷീലാമ്മയുടെ ഒരു റീ എൻട്രി ഉണ്ടല്ലോ മനസ്സിനക്കരയിലൂടെ. ഓക്കെ. ഷീലാമ്മയുടെ ശബ്ദം. ആ, എന്റെ മോൻ ജോസ് കുട്ടി എന്നോട് പറയുവാ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? അമ്മയ്ക്ക് കൊളസ്ട്രോൾ ആണോ? കുഞ്ഞുമോളെ, നാളെ ഈ വീടിന്റെ ലേലം കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് നിങ്ങൾ ആരും കാണിയല. മാളൂ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. വേറെ ഏതാ ചെയ്യുന്നത്? ഇനി നമ്മുടെ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിൽ ഹിറ്റായ മാഷായി അഭിനയിച്ച വിനയ് ഫോർട്ടിന്റെ ശബ്ദം. വിനയ് ഫോർട്ട്. ആ, ഇപ്പൊ കുറെ ആൾക്കാർ വിനയ് ഫോർട്ടിനെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി. ഈ ലൈഫിൽ ചില ചേഞ്ചസ് ആക്ടിങ്ങിന്റെ ചില ബേസസ് ആണ്. ക്രൈറ്റീരിയ ഭയങ്കരമാണ്. അഞ്ചലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. താങ്ക് യു. സൂപ്പർ. ഓക്കെ, വേറെ ഇത് നിങ്ങളുടെ മത്സരമാണ്. മത്സരമാണ് കേട്ടോ. Actually ഇത് മത്സരമാണ്. അല്ല, എനിക്ക് ഇതിൽ ആരാ ബെറ്റർ നോക്കിയിട്ട് അഡ്വാൻസ് കൊടുക്കാനാണ്. ഗ്രൂപ്പിൽ വിളിച്ച് അടുത്ത പ്രോഗ്രാമിന് ഉണ്ടാവാൻ വേണ്ടിയാണ്. പ്രോഗ്രാമിനല്ല, അടുത്ത സിനിമയ്ക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണു. അങ്ങനെയാണെങ്കിലോ കുഴപ്പമില്ല, ഞാൻ ആണോന്ന്? ജോൺ ബ്രിട്ടാസിന്റെ ആ ഷോയില് മണിച്ചേട്ടൻ വന്നപ്പോഴുള്ളൊരു കലാപമണി സംഭവം. അവൻ തല്ലൂല്ലല്ലോ ഇത് കേട്ടിട്ട്. മണി, കലാഭവൻ മണിയെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മണി പോയി ദൃശ്യത്തിന്റെ തമിഴ് റീമേക്ക് പാപനാശത്തിനൊക്കെ പോയി തകർത്ത് അഭിനയിച്ചല്ലോ. എന്താണ് കമലഹാസന്റെ കൂടെയുള്ള ആ എക്സ്പീരിയൻസിനെ കുറിച്ച് മണിക്ക് പറയാനുള്ളത്? എൻ്റെ പൊന്ന് സാറേ, കമലഹാസൻ എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോവാണ്. ഞാനതിൽ പോലീസുകാരനായ ഞാൻ പറയും അയാളുടെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ അയാളിപ്പോൾ തിരിഞ്ഞു നോക്കുമെന്ന് പറയും. ആള് നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കാതെ പോണ കമലഹാസനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത എൻ്റെ ചെറുപ്പകാലം കണക്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി. എന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് മുമ്പായിക്കോ ചങ്ങല. മണിച്ചേട്ടാ, ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പാര. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. അല്ല, ഇനി ഇത് മതിയല്ലോ. എന്നാലും ഹൈലൈറ്റ് വേറെ ഏതെങ്കിലും? പഴയകാല ജഗതി ശ്രീമൻ ശബ്ദം. ഓക്കെ. ഓ, പട്ടകൊടാത്തി തീയധികം പട്ടതാക്കാതറാ. ഞാനൊരു പാട്ട് പാടിയാ കൈയടിക്കൂ എന്ന്. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. കുള്ളിലുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ. നീ എന്റെ ശബ്ദം ചെയ്യോ? നാദൃശികയുടെ ശബ്ദം. ഓ, എനിക്ക് ഇവന്മാര് ഇവനും വിഷു കൂടി വന്നിട്ട് എന്നോട് ഞങ്ങൾക്ക് ഹീറോസ് ആവണമെന്നും പറഞ്ഞ് വന്നാണ് ഇവന്മാര്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളിട്ടാ നിൻ്റെയൊക്കെ വീട്ടുകാർ പോലും ഈ പടം കാണാൻ പോലുള്ള വരെയൊക്കെ നമുക്കല്ല രാജുവിനെ ജയസൂര്യനെ ഇന്ദ്രയൊക്കെ പിടിച്ചിടാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ എല്ലാവരും അമർ അക്ബർ അന്തോണി കാണണം. ഇത് അത് കറക്റ്റ് കൂടെ നടന്നപ്പോ പിടി കിട്ടിയല്ലോ. ഇക്കാര മറ്റേ ഒരു തത്തയെ വാങ്ങിച്ച ഒരു കഥയുണ്ട്, അതറിയാം? അനിയന്റെ കഥയുണ്ട്, സമതിന്റെ. എന്റെ അനിയൻ തത്ത വാങ്ങിച്ചത്. അനിയന് സംസാരിക്കുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇമാതിരിയാ സംസാരിക്കുള്ളൂ. അപ്പൊ അതിന്റെ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഒരു തത്തയെ 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു. അത് ഇക്കാരെ പൈസ തന്നെ എടുത്തോണ്ട് പോയി 2 ലക്ഷം രൂപ കൊടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന തത്തയെ കൊണ്ടുവന്ന് വീട്ടിൽ ഇട്ടു. പക്ഷെ ഇവരെല്ലാം മലയാളമല്ലേ സംസാരിക്കുന്നത്. ഈ തത്ത മിണ്ടുന്നില്ല.
ഇത് കുറെ ആളായപ്പോ ഇവൻ നല്ല പിന്നെ കൊണ്ടുപോയിട്ട് ഇതിന്റെ ആരെയാ കാണിക്കുന്ന മറ്റേ അവിടുത്തെ തത്തയൊക്കെ പറയും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ ഈ തത്തയ്ക്ക് കുഴപ്പം? അല്ല ഇത് നന്നായിട്ട് സംസാരിച്ചോണ്ട് ഇന്ന തത്തയാണ് ഇപ്പൊ വീട്ടിൽ സംസാരിക്കുന്നില്ല. അതൊരു പൊന്നെ നീ തത്തയെ സംസാരിപ്പിക്കാതെ നീ മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ നോക്കാം കേട്ടോ. നീ തത്തയെ സംസാരിപ്പിക്കാം. ആദ്യം നീ സംസാരിക്കാൻ. ഓക്കെ, ഒരുപാട് സന്തോഷം. അമർ, അക്ബർ, അന്തോണിയുടെ ടീമുകളാണ് ഈ നിൽക്കുന്നത്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അല്പസമയം നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. താങ്ക് യു. അവിടെ അടുത്ത 2 താരങ്ങളെ കൂടി ഇങ്ങോട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. യെസ്, ഇവരില്ലാതെ നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ആ ചിത്രത്തിന് ജീവൻ കൊടുത്ത ഒരു കുഞ്ഞു കഥാപാത്രമുണ്ട്, പാത്തുക്കുട്ടി. അപ്പൊ പാത്തു എന്ന ആ ഒരു വേഷം ചെയ്ത മീനാക്ഷിയാണ് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. മീനാക്ഷി മാത്രമല്ല, അതെ, ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതെ, പറഞ്ഞോളൂ. ആ സിനിമയുടെ തന്നെ പിന്നണി ഗായിക. അതെ, പാത്തുവിന് വേണ്ടി ആ പാട്ട് പാടിയ ആൾ നിരവധി റിയാലിറ്റി ഷോയിലൂടെ വളരെ പ്രശസ്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് ശ്രേയക്കുട്ടി. ചം ചം ചമക്ക് ചം ചം ചമക്ക് ചം 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 ചമക്ക് ചമ ചം ചം നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കരതാ മഹിയാജാ ദിൽ കരതാ നഹി ലഗ്താ ഉന തെരെ ബിന ദിൽ നഹി ലഗ്താ ഹായ് ചം ചം ചമക്ക് ചം ചം നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാക പോകുന്ന ഗന്ധം അമർ, അക്ബർ, അന്തോണി എന്ന ആ സൂപ്പർ ഹിറ്റ് സിനിമ ഇത്രയും വിജയിക്കാനുള്ള വിജയരഹസ്യം ഒരുപാട് ഘടകങ്ങളാണ്. ഒന്ന് നാദിർഷക്ക, അതുപോലെ തന്നെ അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ, പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ മികവുറ്റ താരങ്ങൾ തന്നെയാണ്. ഒരു ചെറിയ ഘടകം എന്ന് പറയുന്നത്, ചെറുതല്ല, ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് അതിലെ പാത്തു എന്ന ക്യാരക്ടർ. ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല ആ സിനിമ. ആ പാത്തു ആണ് ഈ നിൽക്കുന്നത്. മീനാക്ഷി കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ആ, പറയൂ മീനാക്ഷി, എവിടെയാ സ്ഥലം മീനാക്ഷിയുടെ? കോട്ടയം. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് പാല. പാല. ഇത് എത്രാമത്തെ സിനിമയാ? കൃത്യം അറിയില്ല. പക്ഷെ നമ്മൾ ഈ സിനിമയിലാ കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ സിനിമയിലാ. വേറെ കുഞ്ഞു കുഞ്ഞു സിനിമകളിലൊക്കെ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഈ സിനിമ എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അത് തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അമർ, അക്ബർ, അന്തോണി. പറയൂ മോളെ വിശേഷം. ഫിഫ്ത്തിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്തോ പറഞ്ഞു? എല്ലാരും വിളിച്ച് നല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കൊറേ ചേട്ടന്മാര് വീട്ടിലൊക്കെ വന്നായിരുന്നു കാണാൻ. വന്നായിരുന്നോ? കൊറേ ചേട്ടന്മാർ ഈ കുട്ടിയെ കാണാൻ വേണ്ടിട്ട് വന്നതാണോ? ആണോ? ഉറപ്പാണോ? അതോ കൂടെ പഠിക്കുന്ന പയ്യന്മാരെങ്ങാനും ആണോ? അല്ല, ഉഗ്രം വേഷമായിരുന്നു മക്കളെ. സൂപ്പർ വേഷം. അത് അസാധ്യമായിട്ട് ആ പാത്തു ക്യാരക്ടർ അസാധ്യമായിട്ട് ചെയ്യുകയും ചെയ്തു. കൺഗ്രാജുലേഷൻ. ഈ നിൽക്കുന്ന ശ്രേയക്കുട്ടി, എന്തുണ്ട് വിശേഷം? സുഖം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അനിയനും. അനിയനൊക്കെ പാട്ട് പാടുവോ? ശ്രേയ കുറെ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അടിപൊളി പാട്ടാ. ഒരു കുട്ടി സ്റ്റാർ ആണ്, ഒരു കുട്ടി ശ്രേയാ ഘോഷാലാണ് ആക്ച്വലി. അതിലെ പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പാത്തു പാടുന്ന ഒരു പാട്ട്. ആ പാട്ട് പാടിയിരിക്കുന്ന നമ്മുടെ കൊച്ചു ഗായികയാണ് ഈ നിൽക്കുന്ന ശ്രേയ. ശ്രേയ മോള് ആ പാട്ടൊന്ന് പാടാമോ? ഓക്കെ.
ഒരറ്റത്ത് പുന്നാരി ചൊരുമുല്ല നട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു രണ്ടാം നാളിന്റെ ജീവനമൊട്ടവനെന്തേ വന്നു കട്ടു ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്റെ ശ്രേയക്കുട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല വോയിസ്. ഇതെന്താ ഇത്? ഇതിന്റെ മ്യൂസിക് ഒക്കെ തന്നെയാണല്ലോ. വരികൾ ബാപ്പു വാവാട്. ഓക്കെ, മോള് ഈ പാട്ട് ഫുൾ കാണാതെ പഠിച്ചില്ലേ? പഠിച്ചു. മോള് പാടുവോ? ഞാൻ പാടത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പാത്ത് പാടാൻ വേണ്ടിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാത്തുവിന് പാടാൻ അറിയത്തില്ല, അതുകൊണ്ട് പാത്തു പാടത്തില്ല. പക്ഷെ പാത്ത് നന്നായിട്ട് പാടി. പാത്തുവിന് വേണ്ടിട്ട് ശ്രേയ പാടിയില്ലേ, അതുപോലെ. ഇത് പാട്ട് കൊള്ളാലോ. നന്നായിട്ട് അഭിനയിക്കും, ലിപ്പ് സിങ്ക് ചെയ്ത് നന്നായിട്ട് അഭിനയിക്കും. അതാണ് ഇക്കാ, അതാണ്. ഇത് എങ്ങനെ ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു കാന്താരി? സുരാജ്, ഇതില് ശരിക്ക് ഫസ്റ്റ് ടൈമാണ് ഇവരെ രണ്ടുപേരെ കൂടി ഞങ്ങൾ തന്നെ ഒരുമിച്ച് കാണുന്നത്. ആ, അതിനും കോമഡി സൂപ്പർ നൈറ്റ് വേണ്ടി വന്നു. അതെ അതെ അതെ. താങ്ക് യു. നമുക്ക് ഒരുപാട് സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഇത്രയും ഈ കൊച്ചു കാന്താരി എങ്ങനെയായിരുന്നു? എത്ര ദിവസം എടുത്തു? ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒന്നങ്ങോട്ട് പറഞ്ഞ പത്തെണ്ണം അങ്ങോട്ട് പറയുന്നത്. സൂപ്പറായിരുന്നു. പിന്നെ സൂപ്പർ. അത് ശരിക്കും സംഭവിച്ചെന്നറിയോ? എന്തെങ്കിലും ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജും ജയസൂര്യ ഇന്ദ്രജിത്തും തെറ്റിച്ചാലും കുട്ടി തെറ്റിക്കൂല. ഇവര് മൂന്നുപേരും തെറ്റിച്ചാലും ഈ കുട്ടി അവള് കറക്റ്റ് ആയിരിക്കും. അതാണ് Perfection. അതുകൊണ്ടല്ലേ മോളെ ഭയങ്കര ഇഷ്ടം. സിനിമ കണ്ട എല്ലാരും മോൾക്ക് വേണ്ടിട്ട് അതെ, കരഞ്ഞിട്ട് പാത്തുവിനെ വരെ കുറിച്ച് പറയാനേ ഉള്ളൂ. ശ്രേയ പറയും, വേറെ ഏത് പാട്ടാ മോൾക്ക് ഇഷ്ടം? ഒരു പാട്ടും കൂടി, നല്ല ശബ്ദം, അപ്പൊ ഒരു പാട്ടും കൂടി കേൾക്കാം. ലാലി ലാലി വട. ലാലി ലാലി. ശ്രേയയുടെ ഒരു ഹിറ്റ് സോങ് ആണത് അല്ലേ? ഓക്കെ, ലാലി ലാലി. ലാലി ലാലി പാടാം. ലാലി ലാലി ലേ ലാലി ലാലി ലേലു. ലാലി ലാലി ലേ ലാലി ലാലി ലേലു. മലരുളി മന്ദാരമലരി മഞ്ചാടി മണി ചാഞ്ചാടുമഴകി പുതുമലരി പുന്നാരമലരി ഇന്നോമൽ കനി ഇൻ കുഞ്ഞുമലരി. ലാലി ലാലി ലേ ലാലി ലാലി ലേലു. ലാലി ലാലി ലേ ലാലി ലാലി ലേലു. നമ്മുടെ ശ്രേയ ഘോഷലിനെ കടത്തി വെട്ടുന്ന ഒരു ഗായികയായിട്ട് മാറി, യാതൊരുവിധ സംശയമില്ല. എന്തായിരുന്നു മോളെ പ്രകടനം? അസലായിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഏതാ ഇന്നെ കൊണ്ട് ഇന്ന് പാടിപ്പിച്ചു? അതെ, ഉമ്മച്ചിക്കുട്ടി തോന്നിക്കുന്നു. ഉമ്മച്ചി അമ്മ ഉമ്മ ഉമ്മി. ഇനി അടുത്തേതാ? എന്താണെന്നറിയാം, മോളെ പാട്ട് കേൾക്കാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കുതിയായിട്ടിരിക്കും. അതാ എല്ലാവരും നോക്കും മുഖം വീണ്ടും. പാടണോ? ഇനി പാടണോ? കൈയടിക്കാം. അടാ, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനെ അമൃതികാനായി വീണ്ടും എന്നിലിതോർമകളായി നിലാവിലെ മുത്തേ നീ വന്നു. സൂപ്പറായിരുന്നു. അതിനൊത്ത് ലിപ്പും കൊടുക്കുകയാണ് കേട്ടോ. പാടാൻ പറ്റില്ല കൂടെ. ഇത് ഇക്ക നല്ല ട്രെയിനിങ് കൊടുത്തായിരുന്നോ? അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു എല്ലാം. എല്ലാം അഭിനയിച്ചതെല്ലാം. അതില് എനിക്ക് ഭയങ്കര ശരിക്ക് ഉമ്മച്ചിക്കുട്ടി എത്ര ടേക്ക് എടുത്തു? അല്ല, ശ്രിൻഡയുടെ കൂടെ ഉള്ള സീനിൽ ഞാൻ അതിനകത്തൊരു കൈ അടിച്ചിട്ട് ഇവിടെ എല്ലാവരും നോക്കുന്നൊരു സീക്വൻസ് ഉണ്ട്.
അത് ആ ഫസ്റ്റ് ടേക്കിൽ നമ്മൾ അമ്പരന്ന് പോയത് കറക്റ്റ് ടൈമിങ്ങിന് ഇതിങ്ങനെ നോക്കിയിട്ട് മറ്റുള്ളവർ ആരും കൈയടിക്കാതെ വരുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. മോളെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് വെറുതെ? അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് ടേക്ക് ആയിരുന്നു അത്. പിന്നെ എക്സലന്റ്. കിടില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ നാളത്തെ ഏറ്റവും ബെസ്റ്റ് സിംഗറേയും ഏറ്റവും ബെസ്റ്റ് ഒരു ഹീറോയിനാണ്. യെസ്. അതിനേക്കാളപ്പുറം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? രാജു അങ്കിള്. അതും കൂടെ അഭിനയിച്ചുകൊണ്ടാണോ പറയുന്നത്? പിന്നെ അങ്കിളിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അടുത്ത് പിന്നെ നിവിൻ പോളിയുടെ പടമല്ലേ അടുത്ത് ചെയ്യണേ? നിവിൻ പോളിയുടെ അല്ലേ? അതില് മോക്ക് വേഷം ഉണ്ടല്ലോ. അതല്ല ശരിക്കേ, രാജുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ഹീറോയിനായിട്ട് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. ആണോ? ഹീറോയിനായിട്ട് പോവോ? ഇപ്പൊ 5ാം ക്ലാസ്സിലല്ലേ കാവ്യ മാധവനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഹീറോയിനായി. അത് ശരിയാ. അപ്പൊ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, എല്ലാവിധ ആശംസകളും. പൃഥ്വിരാജിന്റെ നായികയായിട്ട് വന്നതിന് ശേഷം മോൾ ഇവിടെ വരണം. അതുവരെ ഈ ഷോ ഉണ്ടാവണം. ഇപ്പോഴേ താരങ്ങളാണ്, ഭാവിയിൽ വലിയ വലിയ താരങ്ങളാകാൻ പോകുന്ന ഈ 2 വ്യക്തിത്വങ്ങളെയും കുറച്ച് സമയത്ത് നമുക്ക് അവിടെ വിശ്രമിക്കാൻ കുഴപ്പമുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കാണാം കേട്ടോ. താങ്ക് യു. അല്ല, 6ാമത്തെ നമസ്തേ. കണ്ടില്ലേ നമസ്തേ. നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുത്ത നമ്മുടെ പുതിയ ഡയറക്ടർ. അല്ല, ഒരു ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് ഇപ്പോ നമ്മുടെ മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി ഒരു സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ തന്നെ പറയുന്ന അതല്ല. പിന്നെ ഞങ്ങളൊരു സിനിമാ കഥ പറയാൻ വേണ്ടി വന്നതല്ലേ? സിനിമാ കഥ, സിനിമയുടെ കഥ പറയാനായിട്ട് വന്നത്. അല്ല, എനിക്ക് കഥ കേൾക്കണ്ട. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടോളാം സാറിന്റെ പടം. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സിനിമയുടെ ഒരു സ്റ്റോറി ചേട്ടനെ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിട്ട് വന്ന. ഞാൻ ചെയ്യുന്ന ചിത്രത്തിന്റെ കഥ. ഓ, അത് ശരി. നമ്മള് ഡയറക്ടർ. അതെ അതെ. എന്താ പേര്? റാം ശങ്കർ. റമ്മോ? അല്ല, റാം ശങ്കർ. റാം ശങ്കർ. ശങ്കർ, അതെ. പെട്ടെന്ന് റമ്മാന്ന് കേട്ടു. അല്ലല്ല, റമ്മാന്ന് പറഞ്ഞപ്പോ നോക്കൂ, നാദിർഷൊക്കെ കിടന്ന് ചിരിക്കുന്നു. സാർ ഒരുപാട് ഹിറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ആണോ? ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടോ? ആ സിനിമ എന്ന് പറഞ്ഞാൽ അതല്ല, ഈ ഷോർട്ട് ഫിലിംസിന്റെ കുറെ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ കാണാറുണ്ട്, കണ്ട അഭിപ്രായവും പറയാറുണ്ട്, അതിന്റെ ഡയറക്ടറെ ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ റാം ശങ്കർ എന്ന് പറയുന്ന പേര് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് പറയണത് അതല്ല, ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി പോയില്ലേ? അതിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചങ്കിക്കൊള്ളുന്ന ഒരു പേരാ. അതായത് ചുവന്ന തെരുവിലെ പരിവൃത. ചുവന്ന തെരുവിലെ പരിവൃത. ഭയങ്കര രസമല്ലായിരുന്നു. നല്ല കഥയായിരുന്നു. ആണോ? ഭയങ്കരമല്ലായിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടിയതാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിരുന്നു. എന്തായിരുന്നു അതിന്റെ കഥ? അതിന്റെ കഥ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കുട്ടി. അതെ, വീട്ടിലെ കുട്ടിയാണ്, പെൺകുട്ടി. യാദൃച്ഛികമായി ബോംബെ തെരുവിലെത്തും. കേട്ടോ, ചിലപ്പോ ആവശ്യം വരും. അതാ, ചുവന്ന തെരുവിലെത്തുന്നു. അവിടെ ഈ പെണ്ണിനെ നശിപ്പിക്കാനായിട്ട് പലരും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അവരെ എത്തിക്കുവാനായിട്ട്. പക്ഷെ ഇതിലൊന്നും വഴിപ്പെടാതെ ആ കുട്ടി അങ്ങനെ തരണം ചെയ്ത് ജീവിക്കുന്ന രീതിയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസാനം ഇത് ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ കുട്ടി ലാസ്റ്റ് ഒരു മഹാരോഗം, മാരകമായ രോഗം പിടിച്ച് മരിക്കുന്നതാണ്. എന്ത് രോഗം? പതിവ്രതയായ കുട്ടി. അതെ, പതിവൃതയായ ആ കുട്ടി മാരകമായ ഒരു രോഗം. ചുവന്ന തെരുവിലെ പതിവൃത എന്ന് പറയുന്ന ആ കുട്ടി ഒരു മാരകമായ രോഗം പിടിപെട്ട് മരിക്കുന്നത്. എന്താ രോഗം അത്? എയ്ഡ്സ് എന്ന് തന്നെ പറയുന്നു. ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ വാരിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. നല്ല പടമായിരുന്നു. നന്നായിരുന്നു. ശരി, അപ്പൊ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. സാർ പറ, മറ്റേത് പറയാം. അപ്പൊ സുലോചന ആ കഥ കേൾക്കണം. പിന്നെ എന്റെ സാറേ, സുലോചനയല്ല, സുരാജ്. അതെ, സുരാജ് ആ കഥ കേൾക്കണം. സാധാരണ അത് കഥ കേട്ടാൽ അത് ശരി, പേര് പോലും അറിയാതെയാണ് വന്ന് കയറിയേക്കുന്നത്. കേട്ടാൽ ഒരു എനിക്ക് കേൾക്കണ്ടാന്ന്. ചേട്ടൻ കേൾക്കും. ചേട്ടന്റെ കഥ നമ്മൾ എന്തോരം കേൾക്കുന്നു. അതുകൊണ്ട് ഈ കഥ എന്തായാലും ചേട്ടൻ കേൾക്കും. ചേട്ടൻ കേൾക്കും. അല്ല, നിങ്ങൾ കേട്ടാ മതി. അല്ല, ചേട്ടൻ കേൾക്കും. ഞങ്ങൾ കേൾപ്പിച്ചോളാം. ശരി. ആയിക്കോട്ടെ. അപ്പൊ ഈ ഓസ്കാർ അവാർഡ് കിട്ടുന്നതിൽ താല്പര്യമൊക്കെ. അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. കഥ പറയും, ഞാൻ കഥ പറയാം. കഥ പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ എന്ന് പറയുന്നത് ശിഖണ്ഡിക്കും ജീവിക്കണ്ടേ. ശിഖണ്ഡിക്കും ജീവിക്കേണ്ടതാണ് കഥ. അതാണ് ഞങ്ങളെ പുതിയ കഥ.
അതപ്പോൾ അതിൽ ശിഖണ്ഡിയായിട്ടാണ് സുരാജ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ശിഖണ്ഡിയായിട്ട് ശിഖണ്ഡിയായിട്ട് അത് അല്ല ചെയ്ത ശരിയാവത്തില്ല. അത് ശരിയാ. ഇപ്പൊ മീശൊക്കെ പിടിച്ചിരിക്കുന്നത് അതല്ല, ഇതൊരു പെട്ടെന്നൊരു ആവേശം കയറിയിട്ട് ചെയ്തതാണ് ഈ മീശ. കുഴപ്പമില്ല, ഞാൻ ഇനി ഒരിക്കലും ഞാൻ മീശ പഠിച്ചോണ്ട് ഇങ്ങനെ വരില്ല. അയ്യോ അതല്ല, ഇതിപ്പോ അല്ല അല്ല അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോ നമ്മുടെ മലയാളത്തിൽ ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ ജയസൂര്യ അവരൊക്കെ ചെയ്ത് ഗംഭീരമാക്കി വെച്ചേക്കും. അയ്യോ അത്തരത്തിലുള്ള കഥയല്ല ഇത്. എനിക്ക് ഓസ്കാർ ആണ്. ഞാൻ ഓസ്കാർ ലെവലിൽ ചിന്തിക്കുന്ന മനുഷ്യനാണ്. അവാർഡ് കിട്ടും ഷുവറാണ്. അഭിനയ സ്ഥലത്ത് ഒരുപാടുള്ളതാണ് ഈ ചിത്രം. ആണോ അല്ലേ? മനസ്സിലായില്ലേ? ആ കഥ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല നിങ്ങൾ കഥ പറയുന്നത് കൊള്ളാം. ദാ ഒരു ഹിറ്റ് വന്ന സംവിധായകൻ ദാ ഇവിടെ ഇരിക്കുകയാണ്, നാദർഷക്ക. പിന്നെ തിരക്കഥാകൃത്തുക്കളൊക്കെ അറിയാലോ. കാണാൻ ഇതുവരെ സമയം കിട്ടിയില്ല. കാണാം, സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം, അഭിപ്രായം പറയാം. കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചുകുട്ടി ഇവൻ ആണായിട്ട് ജനിച്ചു എങ്കിലും ഭയങ്കരമായിട്ട് ഈ ആണായിട്ട് ജനിച്ചുവെങ്കിലും ഈ കുട്ടി പറഞ്ഞു കൊടുക്ക. അപ്പൊ ഈ കുട്ടി ആണായിട്ട് ജനിച്ചുവെങ്കിലും ഇവന് ശ്രൈണത കൂടുതലാണ്. പെണ്ണുങ്ങളെ കൂട്ടിയാണ് ഇവൻ. അപ്പൊ ഇവന് ഭയങ്കരമായിട്ട് അപമാനമാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അപമാനം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അപമാനം സഹിക്കുക വയ്യാതെ ഈ പയ്യൻ ഈ പയ്യൻ പിന്നെ പറഞ്ഞു കൊടുക്കണം. എന്റെ കൂടെ പിന്നെ എന്തിനാ വന്നത്? കഥ പറഞ്ഞു കൊടു. അപ്പൊ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെ അപമാനം ലാഗാവുന്നുണ്ടല്ലേ? ഞാൻ പറയട്ടെ. ആ നാട്ടുകാരുടെയും വീട്ടുകാരുടെ അപമാനം സഹിക്കാനാവാതെ ഈ കൊച്ചുകുട്ടി ഏതായാലും നമുക്ക് നാട് വിടുകയാണ്. അങ്ങനെ നാട് വിട്ട് ഇവൻ ട്രെയിനിൽ കയറുകയാണ്. ട്രെയിനിൽ കയറി അവൻ നീ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്തിനാ വന്ന് നിൽക്കുന്നത്? അപ്പൊ ഇങ്ങനെ ട്രെയിനിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ കോങ്ങണ്ണുള്ള വഴി കൂടെ ഇങ്ങനെ പോവാ. കോങ്ങണ്ണോ? പിന്നെ കോങ്ങണ്ണുള്ള വഴിയോ? പിന്നെ അങ്ങനെ ഉണ്ടോ? റെയിൽവേ ഇല്ലേ നമ്മുടെ? അത് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വേറെ കുറെ ശിഖണ്ഡികൾ ഈ ട്രെയിനകത്ത് ഇടിച്ചു കയറുക. അതെ, വേറെ കുറെ ശിഖണ്ഡികൾ ഇങ്ങനെ ട്രെയിനിലേക്ക് വരികയാണ്. ഈ വേറെ കുറെ ശിഖണ്ഡികൾ വന്ന് നീ എന്തിനാ വന്നത്? അല്ല ഞാൻ പറയാം, പറഞ്ഞു കൊടുക്കണ കഥ. അപ്പൊ വേറെ കുറെ ശിഖണ്ഡികൾ ഈ വണ്ടിക്കകത്തോട്ട് കയറുകയാണ്. അതെ, ഇവിടെ ഇത്രയും പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ കഥ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നാദർഷക്ക അടുത്ത പടത്തിന് വേണ്ടിട്ട് എടുക്കും. അത് ഒരു തവണ കണ്ടുകൊണ്ട് എഴുതിയ കഥയല്ലേ ഇത്? നീ പറയടാ, ടിസ്റ്റ് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ കൊങ്കൺ റെയിൽവേ വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കുറെ സിഗണ്ടികൾ വീണ്ടും വണ്ടിയിലേക്ക് കയറുന്നു. പിന്നെ അവര് കടന്നുകൊണ്ട് പാട്ടായി, ഡാൻസ് ആയി, എനിക്കറിയാൻ മേല ഭയങ്കര. അങ്ങനെ നിൽക്കുമ്പോൾ അത് പറയാൻ വിട്ടുപോയി. സുരാജ് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം. കാരണം അത് എനിക്ക് ഡ്യൂപ്പ് ഇഷ്ടമല്ല. അത് ഒറിജിനലായിട്ട് തന്നെ വേണം എനിക്ക് എന്റെ ചിത്രം. എന്താണ് അത്? സാധാരണ ഈ സിഗണ്ടികൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യണം, ലൈവായിട്ട് ചെയ്യണം. എന്താണ് അത് ചെയ്യണം, അത് ചെയ്യേണ്ടി വരും. അവർ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ കയറുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി അവരിങ്ങനെ കൈ അടിക്കുന്ന ആ ടോൺ കേൾക്കണം. ഈ ടോൺ അത് കൊള്ളാല്ലത്. അങ്ങനല്ല, കണാന്ന് കേൾക്കണം. കണ്ട ആ കണ വന്നില്ല, കണ വന്നില്ല, കണ കിടക്കണം. വാഗണ്ടല്ല, അങ്ങനെ കൈ കൊണ്ട് എടുക്കണം. അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാം. അത് നോക്ക്, ശ്രമിച്ചു നോക്ക്. കൊതുകിനെ അടിക്കാനല്ല പറഞ്ഞത്, ഒച്ച കേൾക്കണം. അത് ചെയ്യണം. ആയിക്കോട്ടെ. അതായത് അപ്പുറത്തേക്ക് ഇവര് ട്രെയിനിൽ കയറി ഇങ്ങനെ വരുന്നു, ഭയങ്കര ഡാൻസും ബഹളവും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരൻ ചാടി എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ വന്ന് ശിഖണ്ഡിയുടെ പെടറി ഒറ്റ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഇങ്ങനെ ചാടി എടുത്തിട്ട് അവനെ ഒരു ഒറ്റ അടിയും പിന്നെ അങ്ങനെ അടി കൊണ്ട് കഴിഞ്ഞിട്ട് യവനാ അപ്പൊ നമ്മുടെ ഈ കഥാനായകനുണ്ടല്ലോ, ശിഖണ്ഡിയായിട്ടുള്ള സുരാജ് ഇരിക്കല്ലേ, സുരാജിന് അപ്പൊ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ഈ ഹിന്ദിക്കാരൻ ഒറ്റ അടിയാണ് അടിച്ചിട്ട് തിരിഞ്ഞു ഇങ്ങനെ ഓഡിയൻസിനോട് ക്യാമറയോടൊന്നും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയാണ്, ശിഖണ്ഡിക്കും ജീവിക്കണ്ടേ, ഇതാണ് ടൈറ്റിൽ. അവിടെ പേരെഴുതി കളിച്ചിട്ട് 5 ഡയലോഗായിട്ട് അങ്ങനെ ചെയ്തുകൂടെ? നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, നിങ്ങൾ ഈ കഥ തന്നെ ശരിക്കും ഒന്ന് പറഞ്ഞു പഠിക്കുക. അതിനുശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ഈ കഥ ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ല ചെയ്യാം, നമുക്കിത് ചെയ്യാം. ഇതില്ലെങ്കിൽ നാദർഷക്ക കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അത് ശരിയാ. ഒന്നുകൂടെ അല്ലെ അവിടെ വന്ന് പറയാം, അവിടെ നിന്ന് ചെയ്യിക്കാം. എന്തായാലും നമുക്ക് ചെയ്തേ പറ്റും. ശരി, നിങ്ങൾ ഈ സിനിമ പിടിക്കാന്നൊക്കെ പറഞ്ഞ് വലിയവായി കിടന്ന് കീറിയല്ലോ ഇവിടെ കിടന്നുണ്ട്. എന്റെ അമ്മച്ചിയാണ് നേര്, ഒരു കൊച്ചാണത്. എനിക്ക് സിനിമയെ കുറിച്ച് യാതൊരു മാങ്ങാത്തൊരു എനിക്കറിയാൻ മേല. അണ്ണ ഈ സിനിമ പിടിക്കുന്ന എങ്ങനെയാ? എളുപ്പമാടാ, നല്ല എളുപ്പമാണ് സിനിമ കണ്ട് പിടിക്കാൻ. എങ്ങനെ? നമ്മളൊരു 3:30 ആകുമ്പോൾ എഴുന്നേക്കണം. രാത്രിക്കോ? വെളുപ്പിന് ഒരു 3:30 ആകുമ്പോൾ എഴുന്നേക്കണം.
എഴുന്നേറ്റ് ഈ പനയുണ്ടല്ലോ പന ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലം തേടി പിടിക്കണം പറമ്പ്. എന്നിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ഈ റബ്ബർ വെട്ടാൻ വേണ്ടി രാത്രിയല്ല 3:30 നേരം വിളിക്കുന്നില്ലല്ലോ. അത് ഞാൻ സംഘടിപ്പിച്ചു. അപ്പൊ ലൈറ്റ് വേണം. ഒരു ചെറിയ തോക്കും വേണം. ഈ തോക്കുമായിട്ട് ചെന്നിട്ട് കൂടുതൽ കായ്ച്ചു നിൽക്കുന്ന പന ഏതാന്ന് നോക്കണം. ഒരുപാട് കൊല കുത്തി മറിഞ്ഞ് കിടക്കണം. അത് നോക്കണം. എന്നിട്ട് അതിന് നേരെ താഴെ കിടന്ന് മലന്ന് കിടന്ന് മേളോട് നോക്കണം. എന്നിട്ട് ലൈറ്റ് കത്തിക്കണം. 4:30 ആകുമ്പോഴും ഈ സിനിമ ഇങ്ങനെ കൂട്ടത്തോടെ വരും ഈ പനങ്കാ തിന്നാൻ. അപ്പൊ നല്ല സിനിമ നോക്കി 2 എണ്ണം വെടിവെച്ചു. അങ്ങനെ ആ സിനിമ പിടിക്കുന്നത്. അത് മരപ്പെട്ടിയെ പിടിക്കുന്നില്ലേ? അപ്പൊ നിനക്കറിയാം മനപ്പെട്ടി പിടിക്കുന്നത് എങ്ങനെയാന്ന്. നീ കുറെ ഓടിയിട്ടുണ്ടല്ലോ. സിനിമ എന്തുവായി? മറ്റേ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് കഥ ചോദിക്കും, എല്ലാം എടുത്തിട്ട് കാണിക്കും. അയാളെ എടുത്തില്ലെങ്കിൽ വേറെ കഥയുണ്ടോ എന്റെ കയ്യില്? എന്താണ് കഥ എഴുതണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമുക്ക് കുറച്ച് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം. ഇഷ്ടംപോലെ പരിജ്ഞാനമുള്ളവനാണ് ഞാൻ. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നത്. എനിക്ക് ഇഷ്ടംപോലെ കഥ അറിയാം. ആ രാമായണം, ബൈബിള്, ഖുറാന്, പിന്നെ അറിയാം. മഹാഭാരതം ഒക്കെ എനിക്ക് പച്ചവെള്ളം. മഹാഭാരതം അങ്ങനെയാണ്. ഞാൻ മഹാഭാരതത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ഈ മഹാഭാരതം എഴുതിയതാരാന്നറിയോ? എഴുതിയത് വാൽമീകി. ഈ മഹാഭാരതത്തില് ഈ കർണനെ അറിയാം. കർണനെ ആർക്കാണ് അറിയാൻ പറ്റുന്നത്? കവച കുണ്ടലങ്ങളുള്ള കർണനെ ആർക്കറിയാൻ പറ്റുന്നത്? അതറിയാം. സൂര്യപുത്രൻ അല്ലയോ ഇത് ആർക്കറിയാൻ പറ്റുന്നത്? ഞാൻ ചോദ്യം കേട്ടില്ല പോടാ. എന്റെ അണ്ണാ ഞാനോർത്ത് ഇത്ര പോലും വിവരമില്ലായിരിക്കുന്നത് ഞാൻ ഓർത്തത്. അതല്ല എന്റെ ചോദ്യം. എന്താ ചോദ്യം പറ. അപ്പൊ ഈ കർണന്റെ മകൻ ആരാണെന്നാണ് അറിയാം. കർണന്റെ മകനോ? അങ്ങനുണ്ടോ? കർണന്റെ മകൻ അല്ല, അതിനെപ്പറ്റി എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ല. അണ്ണ കർണന്റെ മകനുണ്ട്. ഇല്ല, ആ ഭാഗം ഞാൻ വിട്ടുപോയത് വായിച്ചു. വിട്ടുപോയി എന്തോ മനുഷ്യനാണ്. നിനക്കറിയാം, നീ പറയടേ. എനിക്കറിയാം. പറ. കട്ടപ്പനയിലുള്ള അശോകൻ ചേട്ടൻ. ചേട്ടാ നിന്നെ അറുത്ത് കൊല്ലും. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. കട്ടപ്പനയിലുള്ള അശോകൻ ചേട്ടനൊക്കെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വിവരം അറിയാം. അവർക്ക് തിട്ടമായിട്ടറിയാം. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, കർണൻ മരിക്കുന്ന സമയത്ത് കർണന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നുള്ളത്. പെണ്ണുങ്ങളുടെ കാര്യം കൂടുതൽ തള്ളി പറയാതെ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞത് ശരിയല്ല. അതൊന്നും ശരിയല്ല. പെണ്ണുങ്ങൾ ഇന്നിപ്പോൾ പറയുന്നതല്ല എന്നെ മാറ്റി പറയുന്നത്. ആ അമ്മച്ചി ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് മാറ്റി പറയും. വിശ്വസിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങളെ വിശ്വസിക്കില്ല. അല്ല, നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ പറമ്പ് ഇത്ര ചോദിച്ചില്ലേ? എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആദ്യം കാണുമ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ പെണ്ണുപിള്ളയുടെ കാര്യം പറയാൻ നേരത്ത് ഭയങ്കര എന്തോ പോലെ പെണ്ണുങ്ങളെ പറയുന്നത്. എന്നിട്ട് പെണ്ണുപിള്ളയുടെ ഫോട്ടോ ലോക്കറ്റായിട്ട് മാലയെ കൊടുത്തിട്ട് നടക്കുന്നത്. അയ്യോ, അത് അതുകൊണ്ടൊന്നും അല്ലടാ. ഈ ലോക്കറ്റ് ഇട്ട് നടന്നാലേ ഈ പൈശാചിക ശക്തികൾ അടുക്കത്തില്ല. എന്ന് വെച്ചാൽ മുഴുത്തൊരു പിശാചി ഞെട്ടത്തിൽ കിടക്കുമ്പോൾ പിന്നെ എങ്ങനെയാടാ മറ്റ് പിശാചികൾ വരുന്നത്? അറിയുന്ന ചേച്ചിയല്ലേ വരുന്നത്? എടാ, ഞാൻ ഈ പിശാചെന്നല്ല ഉദ്ദേശിച്ചത്. ഈ മാലാഖ ഉണ്ടല്ലോ, പരിശുദ്ധ മാലാഖ. മാലാഖയ്ക്ക് പകരമായിട്ടാണ് എന്റെ ഭാര്യയുടെ ഈ ലോക്കറ്റ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞ ചേച്ചി ഒന്നും ഇങ്ങോട്ട് വന്നില്ല. ഞാൻ ആദ്യം ഇറങ്ങിപ്പോയല്ലോ. എന്നാ ഒരു വിഷമം പോലെ? വിഷമം മറ്റൊന്നുമല്ലടാ. ഈ എന്റെ അച്ഛൻ മരിച്ച ദിവസം എനിക്ക് പ്രയാസം. കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെയൊക്കെ. ഈ മരിച്ചവരെ പിന്നെ കാണാൻ പറ്റില്ലല്ലേ? ഇതൊക്കെ ചുമ്മാ പറയുന്ന ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന നീ. ഇതൊക്കെ ചുമ്മാ. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ മരിച്ചു പോകുന്നവരെ കാണാൻ പറ്റും. അതെങ്ങനെ കാണാം? അണ്ണാ, അതായത് നമ്മൾ നമ്മുടെ അച്ഛനെ കാണണമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ രാത്രി മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കണം. അപ്പൊ നമ്മുടെ അച്ഛൻ അവിടെ ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഞാൻ എത്ര പ്രാവശ്യം എന്റെ അച്ഛനെ കണ്ടേക്കുന്നത് പോലെ. ആണോ? നിന്റെ അച്ഛനെ നക്ഷത്രമായിട്ട് താരതമ്യപ്പെടുത്തിക്കും. പക്ഷെ എന്റെ അച്ഛനെ ചന്ദ്രനായിട്ട് മതി. അതാകുമ്പോ ഒന്നല്ലേ കാണത്തുള്ളൂ. ഇത് 1000 എണ്ണം കാണത്തില്ലല്ലോ നക്ഷത്രം. ഇത് വെറുതെ സ്റ്റൈലിൽ ഞോഞ്ഞോ അല്ല യോയോ. എന്തൊരു പോയെങ്കിലായിട്ട് നീ വാ. നമസ്കാരം സാറേ. എന്നാ കാര്യം പറഞ്ഞു? അല്ല, ഞാൻ ഇവിടെ വന്നപ്പോ അശ്വതി പറഞ്ഞ എൻ്റെ അടുത്തേ പുതിയ സിനിമയുടെ കഥ എഴുതുന്ന ആൾക്കാർ വന്നെന്ന് പറഞ്ഞു. നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. കണ്ടല്ലോ. കണ്ടു. എന്നാണ്ട് വിശേഷമൊക്കെ? വിശേഷം ഇന്നലെ രാവിലെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു താമരപ്പൂ വിരിഞ്ഞ് ഓടാ ഉണ്ടാക്കുന്നത്. അതല്ലേ ഞാനേ, അത് ഞാൻ അശ്വതിയുടെ മാനേജറാണ്. മാനേജറാണ്? അതെ അതെ. ആ പെൺകുട്ടി കൂടെ നീയാണോ അതെ നടക്കുന്നത്? അതെ. നീ പെണ്ണനാന്നൂടാ? പെണ്ണുങ്ങളുടെ പാലെ പിടിച്ച് നടക്കുന്നത് നീ ഒരാണല്ലേടാ? അതെ. പിന്നെ നീ ഇതിന്റെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്? മാനേജരോ? എന്തിനു മാനേജർ? പേഴ്സണൽ മാനേജറാണ്. പേഴ്സണൽ മാനേജർ. എന്തിനാടാ ഇങ്ങനെ? അതൊക്കെ സുരാജ് സാറിന്റെ മാനേജർ ആയിക്കൂടായിരുന്നു? അതാകുമ്പോ വെട്ടിച്ചിട്ട് പോകായിരുന്നല്ലോ. അല്ല സാറേ, അതെന്നാ കേസെന്നറിയോ? പിന്നെന്തോ? ഞാനും അശ്വതിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. അപ്പൊ പുള്ളിക്കാരത്തിന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. കൂടെ ഒരാൾ വേണോ? അതിന് പുള്ളിക്കാരി കണ്ണ് കാണത്തില്ല. അത് നല്ലൊരു പെൺകുട്ടിയാ. അത് പ്രത്യേകിച്ച് കണ്ണ് ഇത്രയുണ്ട് തള്ളി നിൽക്കുക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്റെ ലക്ഷ്യം പുള്ളിക്കാരുടെ മാനേജരായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല, ഭർത്താവാനാണ്. വിവാഹം കഴിഞ്ഞാടാ? വിവാഹം കഴിഞ്ഞാൽ എനിക്കറിയാം. എന്റെ കൂട്ടുകാരനാണ് കെട്ടിയേക്കുന്നത്. അവര് ദുബായിലാ. പിന്നെന്താണ് നിന്റെ ഉദ്ദേശം? പിന്നെന്താണ്? എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പൊ നാശിക അവിടെ വന്നിരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഒത്തിരി സിനിമാക്കാർ ഇവിടെ വരുമല്ലോ. അവരെ എല്ലാവരെയും കണ്ട് സ്വാധീനിച്ച് കണ്ട് മലയാള സിനിമയിലെ ഒന്നാം തരം ഒരു നായകനായിട്ട് എനിക്ക് മാറാം. അതാണ് നിന്റെ ഉദ്ദേശം. അപ്പൊ നീ ആദ്യം ഒരു കാര്യം ചെയ്യണം. നായകനാകാൻ നീ ആ കുഴിയിൽ നിന്ന് കയറും. ഏത് നീ കുഴിയിൽ നിന്ന് കയറി നിൽക്കാതെ
എന്നെ ഇവിടെ കുഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ നിന്റെ പൊക്കമാണോ ഇത്? ആ. ഞാൻ വിചാരിച്ച് 7 ഇഞ്ച് കുഴിക്കകത്ത് ഇറങ്ങി നിൽക്കാതെ 7 അടി. ഈ സിനിമയ്ക്ക് പൊക്കം പ്രശ്നമുണ്ടോ? പൊക്ക പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിനക്ക് പറ്റുമായിരുന്നില്ല. ആ, ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ വിനയ സാറിന്റെ ഒരു പടം. ആ പടത്തിന്റെ പേരെന്താ? അത്ഭുത ദ്വീപ്. ആ, അതില് നിനക്കൊരു പടമെങ്കിലും ആവായിരുന്നു. അല്ല സാറേ, അപ്പൊ എനിക്ക് നായകനാകാൻ പറ്റും? നിനക്ക് എവിടെ നായകനാകാൻ പറ്റുന്നത്? ഇവന്റെ മുഖം നീ അങ്ങോട്ട് കണ്ട പൂച്ചയുടെ മുഖത്തിന്റെ ഷേപ്പിലിടാ. നീ ചിരിച്ചട കറക്റ്റ് മുഖം ഇങ്ങനെ ഷേപ്പ് നോക്കി. നമ്മുടെ സിനിമയിലാണെങ്കിൽ ഷാപ്പും ഇല്ല. അല്ല, ഷാപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ മേശപ്പുറത്തിരിക്കുന്ന ആ പൂച്ചക്കുഞ്ഞിനെ നായകൻ പറ്റില്ലടാ. അത് നടക്കില്ല. നായകൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ നായകനാകാൻ പറ്റില്ല. പറ്റില്ല. ഈ നാശകത്തെല്ലാം ഒരു ഗുണം നീ. തല്ലാന്നറിയാന്നല്ല സാറേ. എനിക്ക് കരോട്ടെ അറിയാം, നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. നല്ല അതിന് മാഫിയ ആ ബട്ടൺസ് പോയി അവൻ പിടിച്ചതാ. സാറല്ല ബട്ടൺസ് അല്ലല്ലോ സാറേ, ബട്ടൺസ് അല്ല സാറേ. എനിക്ക് നന്നായിട്ട് ഡാൻസ് അറിയാം. എടാ അതിന് കലാമാഷൊക്കെ ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല. അല്ല, അഭിനയിക്കാൻ ഒരു കാര്യം, നിനക്ക് അത്രയ്ക്ക് താല്പര്യമാണ്. എനിക്കാണ് സാറേ. താല്പര്യമാണെങ്കിൽ അതെ. താല്പര്യമാണെങ്കിൽ അതെ. ഞാനൊരു മുഹൂർത്തം തരാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും എന്റെ കല്യാണം? എടാ അതല്ലെന്ന് മുഹൂർത്തം, അഭിനയ മുഹൂർത്തം തരാം. അത് നീ അഭിനയിക്കണം. അതെ. അഭിനയിച്ച് ഫലിപ്പിക്കണം. മനസ്സിലായോ? അതായത് നിന്റെ അച്ഛനോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് എല്ലാവരും സ്നേഹമുണ്ട്. അല്ലെങ്കിൽ തന്നെ അതിന് ഇരട്ടി സ്നേഹമാണ്. മനസ്സിലായില്ലേ? ആ അച്ഛൻ മരിച്ചു എന്ന് പെട്ടെന്ന് നീ അറിയുകയാണ്. അറിയാം ഞാൻ. അതിനോടൊപ്പം തന്നെ 1 കോടി നിനക്ക് ലോട്ടറി അടിച്ചെന്ന് അറിയുക. എപ്പം? സങ്കല്പം. അപ്പൊ അത് രണ്ടുകൂടെ ആ ദുഃഖവും ആ സന്തോഷവും ഒരുമിച്ച് കാണി. അച്ഛൻ മരിച്ചു കിടക്കുന്നു, അപ്പൊ തന്നെ ലോട്ടറി അടിച്ച സന്തോഷം. റെഡി? എന്താ കാണിച്ചത്? അപ്പച്ചനെ കരഞ്ഞതോ? അപ്പൊ ആ ലോട്ടറി അടിച്ച സന്തോഷം എവിടെ? അത് പെട്ടെന്ന് വേണം അല്ലേ? ആ, അത് രണ്ടും ഒരുപോലെ ഒരു സമയം. അതാണ്. അപ്പം ഇതിന് ഭ്രാന്ത് എന്നാണ് പറയുന്നത്. ഇതിന് അഭയം എന്നല്ല പറയുന്നത്. നിന്നെ മാനസികരോഗിയായിട്ട് അഭിനയിക്കാനല്ല വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നിന്റെ ആ ചിരി നമ്മൾ ചിരിച്ച അതിനകത്ത് വിഷം, ഭയങ്കരമായ ഘോര വിഷമം കാണും. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് കാണും. ഒന്നിട്ട് ഞാൻ ഒറ്റ നോട്ടം നോക്കും, രണ്ടും എനിക്ക് അത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പച്ചൻ മരിച്ചു കിടക്കുന്നു, ലോട്ടറി അടിക്കുന്നു. ഓക്കെ. ഇത് കാരണം പൊറ്റ ഒരെണ്ണം തരുമ്പോ നീ തന്നെ ചെയ്തോളൂ. മനസ്സിലായോ? ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്യാം സാർ. അങ്ങനെ ഞാൻ ചെയ്യാം. നീ പ്രാക്ടീസ് ഞാൻ ചെയ്യാം. കാണിച്ചടാ. ആഹാ, ഏറ് കൊണ്ട് മണ്ണട്ടപ്പാട്ടൊക്കെ നോക്കടാ. നീ പ്രാക്ടീസ് ചെയ്യ കേട്ടാ. പ്രാക്ടീസ് ചെയ്യും. നീ ഭാവമൊക്കെ കഴച്ച് മുറിയും. എന്നാലും ഇടണ്ട, നോക്കിയോ, നിനക്ക് കിട്ടൂടാ. എനിക്ക് ഈ സൈഡ് ശരിക്കും ദുഃഖമുണ്ടല്ലേ? ഈ സൈഡിൽ കറക്റ്റ് ദുഃഖമുണ്ട്. ഈ സൈഡ് ആ ഹാപ്പിനെസ് അങ്ങോട്ട് വരുന്നില്ല. അളണം കൂട്ടും. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം നിൽക്കുമ്പോൾ ആ കഴപ്പങ്ങ് മാറും. കൊള്ളാം. ആ സൈഡ് കയറി വരണം. അതെ, എന്താ പരിപാടി? ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏത് ഷൂട്ടിങ്ങിന്? ഞാൻ ഇവിടെ കരച്ചിലുണ്ട്, ഇവിടെ ചിരി. ഇതെല്ലാം അങ്ങ് കറക്കും. അതെ, താനിപ്പോ എന്റെ മേക്കപ്പ് റൂമിന്റെ സൈഡിൽ എങ്ങനെ വന്നിരുന്നോ? താൻ എന്താ അശ്വതിയുടെ? അശ്വതിന് മാനേജരല്ലേ? മാനേജർ? അശ്വതിക്ക് അങ്ങനെ ഒരു മാനേജർ ഇല്ലല്ലോ. കള്ളത്തരം മാത്രം പറയരുത്. അശ്വതിക്ക് മാനേജർ ഇല്ല. എനിക്കറിയാം, ടച്ചപ്പ് മാത്രം ഒരാളുണ്ട്. താൻ എന്തിനാ ഈ മോഷണ സ്വഭാവം? എന്റെ റാഡോയുടെ വാച്ച് കാണാനില്ല. താങ്കൾ മാത്രമേ അവിടെ വന്നിട്ട് ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുന്നത് ഞാൻ കണ്ടു. കൈ കഴുകാൻ വേണ്ടിട്ട് ഇല്ലാന്നേ. ഞാനിപ്പോ എന്റെ ആപ്പിളിന്റെ ടാബ് കാണുന്നില്ല. ആപ്പിളിന്റെ ടാബ് കാണാനില്ല. ആപ്പിളിന്റെയോ? ഞാൻ വിചാരിച്ചാ മുന്തിരിയുടെ ആയിരിക്കും. മുന്തിരിയുടെ ആണെങ്കിൽ ഇയാളുടെ ആപ്പിളാകുമ്പോൾ ഉരുണ്ടുരുണ്ട് പോകും. ഇവിടെ ഒന്ന് സംസാരിക്കും. നിങ്ങൾ കഥ പറയാൻ വന്ന ആളല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ വർഷങ്ങളായിട്ട് അച്യുതർ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളാണ്. മാനേജർ വിത്ത് മേക്കപ്പ് ആണ്. അത് ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞ ഇവരോട് പറഞ്ഞില്ല, തെറ്റിദ്ധാരണ പറ്റിപ്പോയി. പക്ഷെ ഞാൻ കള്ളനല്ല സാർ. അങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല സാർ. കാലങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. നമ്മുടെ ഇടിയൻ ചാക്കോ എന്ന് പറയുന്ന CA ഉണ്ട്. ഹലോ. ആ ശരി സാർ, ഇവിടെ ഉണ്ടായിരുന്നോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അതെ, ആള് ഇവിടെ തന്നെ ഉണ്ട്. ആ ഇടിയൻ ചാക്കോ വരട്ടെ. എടാ, താൻ എടുത്തെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് താൻ എടുത്തില്ലെങ്കിൽ എടോ മോഷ്ടിച്ച് ആരെങ്കിലും പറയൂ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. വന്നിട്ട് തെളിയിക്കും. ഞാൻ വിളിച്ചായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. അവന്റെ മഞ്ഞ ഷൂ അങ്ങോട്ട് പിടിയാ, ഫോൺ പിടിയാ, തൊണ്ടി മുതൽ പിടിയടാ, പിടിച്ചടാ.
ക്യാമറ നോക്കടാ. ഇനി ഒരു ഫോട്ടോ എടുത്തേ, തിരിച്ചോണ്ട് നിൽക്കും. ഓക്കെ. എന്തിനാ സാറേ ഈ ആൾക്കാരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? പൊക്കോ. എന്തിനാ ഈ ആൾക്കാരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന വന്നു പറഞ്ഞാൽ പേടിച്ചു? ഞാനിവിടെ ബലൂൺ കച്ചവടത്തിന് വന്നതല്ല. ഈ സ്ഥലം അവര് പേടിയൊക്കെ വേണ്ട എല്ലാവർക്കും. പിന്നെ എന്താ അവിടുത്തെ പ്രശ്നം എന്നാണ് പറഞ്ഞത്? സാർ എന്റെ സാർ ഒറ്റ മിനിറ്റ്. ഇതാ ഈ രണ്ടുപേര്. ഇതോ സാർ കഥ പറയാൻ വന്ന ഡയറക്ടേഴ്സ്. ഓ, ഡയറക്ടേഴ്സ് ആണ്. നമ്മളെ കൂടെ ഒന്ന് ഗവനിക്കണേ. താല്പര്യമുണ്ട്. സാർ എന്റെ വാച്ച് കാണാനില്ല, റാഡയുടെ വാച്ച് കാണാനില്ല. റാഡയുടെ വാച്ച്? അതെ. ആപ്പിളിന്റെ ഒരു ടാബ്ലറ്റ് കാണാതെ പോയി. ടാബും മോശം പോയി. പ്രതി ആരെങ്കിലും സംശയമുണ്ടോ? സാർ എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളെ സംശയമുണ്ട് അല്ലേ? അശ്വതിയുടെ പിന്നെ മാനേജറാന്ന് പറയുന്നു. മേക്കപ്പ് മാനാണെന്നാണ് എനിക്കറിയാന്നുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സുരാജ് നിങ്ങളുടെ ആ സംവിധാനം കൂട്ടിക്കൊണ്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പൊക്കോ അങ്ങോട്ട്. ഓക്കെ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു സർ. ഇല്ല, കുഴപ്പമില്ല. അല്ല, അശ്വതിയുടെ മേക്കപ്പ് മാനുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. കുഴപ്പമില്ല സാറേ. സാറേ ഒന്ന് ഗവനിക്കണേ നമ്മുടെ കാര്യങ്ങളെ. ശരി. ഹലോ ഇക്കണക്കിന് ഞങ്ങളുടെ കഥ നീ തട്ടിയെടുത്തവനോട്. ഇവന്റെ കാര്യം ഞാൻ നോക്കണം. പൊക്കോ കുഴപ്പമില്ല. ധൈര്യമായിട്ട് പോയി. മിണ്ടാതങ്ങോട്ട് മാറി നിൽക്കടാ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ണടയ്ക്കും. ഒന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്, ഞാൻ ഒന്ന് കണ്ണടയ്ക്കും. അപ്പോൾ അത് താഴെ വെച്ചാൽ മതി, ഞാൻ എടുത്ത് കൊടുത്തോളാം. പ്രശ്നമാക്കത്തില്ല. ഇത് ഇവിടെ കൊണ്ട് തീരും. റെഡിയാണല്ലോ? ഞാൻ കണ്ണടയ്ക്കാൻ പോവാണ്. ഓക്കെ. ഞാൻ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി അഥവാ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഞാനെല്ലാം എല്ലാവരോടും പറയണം. നിന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത് എന്താ സാറേ? നീ എന്തിനാണ് കണ്ണടച്ചത്? സാറല്ലേ പറഞ്ഞ കണ്ണടയ്ക്കാൻ? എടാ വിവരദോഷി, ഞാൻ കണ്ണടയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സാറെന്തിനാ കണ്ണടയ്ക്കുന്നേ? ഞാൻ എന്തിനാ കണ്ണടയ്ക്കുന്നത്? ഞാൻ എന്തായാലും നിന്നെ ഒന്ന് കാണാൻ വന്നല്ലേ, നമുക്കൊന്ന് സാറ്റ് കളിക്കാന്ന് വിചാരിച്ചു. സാറെന്താ ആനപ്പാപ്പാനാണോ? ഞാൻ ആനപ്പാപ്പാനല്ലടാ, ഞാൻ കാട്ടാനാ. അയ്യോ, ഞാൻ ചിലക്ക് ചിഹ്നം വിളിക്കും. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ആന ചിഹ്നം വിളിക്കുന്നുണ്ടോ? ആന ചിഹ്നം വിളിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ആന ചിഹ്നം വിളിക്കുന്ന കണ്ടിട്ടില്ല. മനുഷ്യന്മാര് ചിഹ്നം വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ അല്ലേ സമയം. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ചുവരി ചിഹ്നം വരയ്ക്കല്ലേ, അത് കണ്ടിട്ടുണ്ട് സാറേ. തമാശ പറഞ്ഞാണോ? അല്ല. തമാശ നീ അല്ല. അപ്പൊ നീ ചിഹ്നം വിളിക്കുന്നത് കണ്ടിട്ടില്ല? ഉറപ്പായിട്ട് കണ്ടിട്ടില്ലേ? ഇപ്പൊ ചിഹ്നം വിളിക്കുന്നത് കണ്ടോടാ നീ? ചിഹ്നത്തിന്റെ ടൈപ്പിലുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുന്നുണ്ടോ? അടങ്ങി നിൽക്കാണ്. അവന്റെ ഒരു ചുമന്ന പാനും ഉടുപ്പൊരിക്കടാ. ഇവിടുത്തെ സാധനങ്ങൾ മുഴുവൻ മോഷണം പോയിട്ടുണ്ട്. ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല. എല്ലാവന്റെ തുണി അടിച്ച് ഞാൻ പരിശോധിക്കും. അടിയടാ. എന്നതിനാ? ഷർട്ട് അടിക്കടാ. വല്ല അഴുക്കുമല്ലോ. ഇവിടെ ബട്ടൺസ് പൊട്ടിക്കൊണ്ടാണോ? അല്ല, പുതിയ നിനക്ക് ഒരു ഷർട്ട് മേടിച്ച് തരാൻ വേണ്ടി. അടിയടാ ഷർട്ട്. അടിക്കടാ. അടിക്കാം. ഞാനല്ല എടുത്ത സാറേ. ഞാനല്ല. നീ അല്ല. ഊരടാ ഷർട്ട്. ഇതെന്താ പൂണൂലോ? അയ്യോ, ഇനി നീ ആ പാനൂടെ കഴിച്ചേ. അടിയടാ പാൻ്റെ. അടിക്കാവേ. നോക്കട്ടെ ഞാൻ പാനടിക്ക്. ഇതെന്താ ഗർഭിണിയായ മരയോന്തോ? എടാ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാ ഉടനെ അങ്ങോട്ട് പാനടിക്ക് വേണോ? ഇത്ര ഊരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനെ കൊഴിക്കാൻ ഞാൻ കൊല്ലും. ഇനിയിപ്പോ നോക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഡിയൻസിനിടയ്ക്ക് ഇവര് വല്ല മോട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കിയേക്കാതെ. ചെറിയ കള്ളകഷ്ണം ഉള്ള പോലെ തോന്നുന്നില്ല മുഖത്ത്. ജന്മനേ ഉള്ളതാണോ? സ്റ്റേഷൻ എടുത്തിട്ട് വാകട്ടെ, കാണിച്ചു തരാം. ഇതാ രജനീകാന്ത്. എടാ നേരെ നോക്കടാ. ഇതാ എന്തോടാ പരനാട്യം കളിക്കുന്നത്? എടാ നേരെ നോക്കടാ. എന്റെ നേരെ നോക്കടാ. എന്റെ മുഖത്ത് നോക്കാൻ വിഷമം എന്താ? പോലീസിന്റെ മുഖത്തോട്ട് നോക്കിയാലേ എനിക്ക് എപ്പോഴും പെറ്റി അടിച്ചു തരും സാർ. നിനക്ക് പെറ്റി അടിക്കുമല്ലേ? നിന്റെ പേരെന്തോ? നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ നിനക്ക്. അയ്യോ സാറേ, ഞാൻ പാവോ സാറേ. നീ പാവയോ? പാവോ. എടാ നിന്റെ പേരെന്താടാ? കൊച്ചുണ്ണി. മോഷണം കൊച്ചുണ്ണി. ഓക്കെ, നിന്റെ സ്ഥലം എവിടെയാ? അയ്യോ, പൂർത്തിയായി. ഇനി ആരെയും പിടിക്കണ്ട. ഇവിടെ കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ കസ്റ്റയെ കിട്ടിക്കഴിഞ്ഞു. എടാ ഇനി ഇങ്ങനെ ഇരിക്കണോ? നിങ്ങോട്ട് വാടാ. വാ. നിന്നെ കൊണ്ട് ഞാൻ അങ്ങ് പോകും. നിന്നെ അന്ന് ഞാൻ അങ്ങ് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടങ്ങ് വളർത്തും കേട്ട. അയ്യോ, തല പോയോ?
വാടാ കേറി വാടാ എടാ മുട്ടത്തയാ ചാണ കേറി വാടാ കേറി വാടാ കേറി വാടാ ഇങ്ങോട്ട്. എടാ ഇടിയൻ ചാക്ക നിനക്ക് അറിയത്തില്ല. പിടിയാ പപ്പം കൂടെ പിടിയടാ, പപ്പം കൂടെ പിടിയടാ. പിടിയടാ ഇവിടെ നിൽക്കടാ, തിരിഞ്ഞു നേടാ കൊണ്ട്. എന്തോടാ തോണി? ഒരു തുഴക്കാരൊക്കെ തുഴയ്ക്കടാ, തുഴഞ്ഞു പോ. നീ ഒരു പാവാ സാറേ. നീ പാവണോ നോക്കും, ഞാൻ തീരുമാനിക്കാം. പരിപാടി കാണാൻ വന്നേ സാർ. പരിപാടി കാണിക്കടാ. നീ ഇടിയൻ ചാക്കോന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ഞാനാ. നിന്റെ മോൻ കിടന്നല്ലേ വിറയ്ക്കുന്നത്? എനിക്ക് പേടിയാ പോലീസിനെ കാണും. പോലീസിനെ കേട്ടാലോ? ഇങ്ങോട്ട് മാറിക്കേ, ഇങ്ങോട്ട് മാറിക്ക. ഷട്ടടിക്കടാ. അയ്യോ ആളുകളൊക്കെ ഇരിക്കുന്നു സാറേ. ആളുകളെ കണ്ടാ നീ അഴിക്കത്തില്ലേ? ഷട്ടടിക്കടാ. പെട്ടെന്ന് അഴിക്കടാ. അങ്ങോട്ട് അഴിക്ക്. അവൻ്റെ ഒരു നാണം. ഉള്ള അങ്ങോട്ട് മാറ ചെക്ക് ചെയ്യട്ടെ. ഒന്നുമില്ല സാർ, ഒന്നുമില്ല അമ്മയാണൊന്നുമില്ല. ചെന്നോടാ. ഒന്നുമില്ല സാറേ. ഏലസാണ്. ആ ഏലസ്. ഇനി സാറിനോട് മുണ്ടഴിക്കാൻ ഞാൻ പറയണമായിരിക്കും. നീ മുണ്ട് നീ അഴിക്കുന്നോ അതോ ഞാൻ അഴിക്കണോ? സാർ അഴിച്ചു. എന്തുവാ മുട്ടയടിച്ച ബേബി ശാലിനി? എന്ത് കോലവാടായി കാണിച്ചു വെച്ചേക്കുന്നത്? അയ്യോ ഇതെന്താ സാറേ? എന്താ? അയ്യോ ഇത് ഞാൻ ബെന്നിനാന്ന് പറഞ്ഞേ മോടെ നൈറ്റി എടുത്തിട്ടുണ്ട് വന്നേ. എടാ ഇക്കണക്കിന് കൃതി പിടിച്ച് നീ പെണ്ണുമ്പഴ നൈറ്റി എടുത്തിട്ട് രാത്രി. നോക്കട്ടെ. ഒന്നുമില്ലേ? പോയി ഓടാ. വടിക്കേറി ഞാൻ കൊല്ലും ഞാൻ. ഓടിപ്പോടാ. ഇനിയിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ ഓഡിയൻസിനെയൊക്കെ നിങ്ങൾ വരുന്നതിന് മുമ്പ് അവർ വന്നാൽ അപ്പോൾ അവരെടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ 2 സംവിധായകർ മാത്രമേ ഉള്ളൂ. അവരെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്യും. അതിൻ്റെ ഡ്യൂട്ടിയാ. ഒന്നും പറയല്ലേ കേട്ടോ. സംവിധായകന്മാരെ സാറേ ഒന്ന് കയറി വാ സാറേ, എനിക്കൊരു ഡ്യൂട്ടി ഒന്ന് ചെയ്യാൻ വേണ്ടിയാ. കയറി വരൂ. കയറി വാ. ഇങ്ങോട്ട് ഒന്നും വിചാരിക്കില്ലേ, എന്റെ ഡ്യൂട്ടിയാ കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ സിനിമയുടെ കഥ എന്താന്ന് പറഞ്ഞ ഏതോ ഒരു പടത്തിന്റെ കഥ പറഞ്ഞല്ലോ. ചുവന്ന തെരുവിലെ പതിവ്രത. ചുവന്ന തെരുവിലെ പതിവ്രത. അതെ, നല്ല പറ്റിയ സ്ഥലമാണ്. പറ്റിയ സ്ഥലമാണ് അല്ലേ? ഒരു നല്ല തറവാട്ടി പെടുന്ന ഒരു പെണ്ണിന് പോകാൻ പറ്റിയ സ്ഥലമാണ് ചുവന്ന തെരുവ്. അതെ, ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടി. സാമ്പത്തികമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ പെൺകുട്ടിയെ ഇങ്ങനെ തട്ടിയെടുത്ത് അവിടെ ആ ചുവന്ന തെരുവിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അപ്പൊ പീഡനമാണ് കേസ്. ഒരു ജീവിതഗന്ധിയായ പീഡനം. ഓക്കെ ഓക്കെ, മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ അതിന്റെ ബാക്കി പറയൂ. അപ്പൊ ഇതിന് പെണ്ണിന് ജീവിക്കാൻ പേരെ നിവൃത്തിയില്ലല്ലോ. അവിടുന്ന് അങ്ങനെ അവള് അത് അസുഖമൊക്കെ ആയത് രക്ഷപ്പെട്ട് വരികയാണ്. രക്ഷപ്പെട്ട് വന്നിട്ട് ഈ പെൺകുട്ടി ബാങ്ക് കവർച്ച ചെയ്യുന്നത്. ബാങ്ക് കവർച്ച അപ്പൊ ക്രൈം ആണല്ലേ? അങ്ങനെ ബാങ്ക് കവർച്ച ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ ആ പടത്തിനെ ചിത്രീകരിച്ചത്. അപ്പൊ നമ്മുടെ മംഗലാപുരത്തെ ബാങ്ക് കവർച്ച ഒക്കെ ആയിട്ടുണ്ട്. രണ്ടാമത്തെ കഥ ഏതാണെന്ന് പറഞ്ഞത്? രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞ ഒറ്റക്കാലൻ ശംഖു. അതെന്താ സംഭവം? ഒറ്റക്കാലം എന്ന് പറഞ്ഞാൽ അയാള് പിന്നെ 2 കാലുള്ളൊരു കക്ഷിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നേരെ ഒരു കൊട്ടേഷൻ സംഭവം വന്ന് അങ്ങനെ അയാളുടെ കാല് വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഒറ്റക്കാലം അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അങ്ങനെ ഒറ്റക്കാലായി ഭയങ്കര. അത് ഈ ബൈക്കിൽ പോയിട്ട് അയാളുടെ സുഹൃത്തുമായിട്ട് പോയിട്ട് ഹെൽമെറ്റും വെച്ച് വന്നിട്ട് മാല പൊട്ടിക്കുന്നത് അടിമാലി എന്നുള്ള സംഭവം അതും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ മൂന്നാമത് പറയാൻ പോകുന്ന കഥ ഏതാണ്? സുരാജിനെ വെച്ച് നായകനാണ്. ട്രെയിനിലെ കവർച്ചയും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ കവർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനിത് മൊത്തത്തിൽ ഒന്ന് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എനിക്ക് പല സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഉരുത്തിരിഞ്ഞൊക്കെ വിട്ടാൽ അപ്പൊ എന്താ നിങ്ങളെ എനിക്കൊന്ന് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ നമ്മൾ. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒന്ന് പാൻ്റ് ഒന്ന് അടിക്കേണ്ട ഒന്നും വിചാരിക്കരുത്. പാൻ്റ് അടിക്കണം. രണ്ടുപേരും ഒന്ന് പാൻ്റ് അടിക്കണം. ഞങ്ങളെ അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ വേറെ ഒക്കെ ഉണ്ടല്ലോ, ഇട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഒരു പൊതുവേദി വെച്ച് 2 സംവിധായകന്മാരെ അല്ലേ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നാദിർഷ ഒന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും അല്ല, ഇത് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണേ. ആയിക്കോട്ടെ എന്ത് ചെയ്യൂന്ന് പറയാ. സൂസൊക്കെ പെട്ടെന്നാണ് സമയമില്ല. എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് കേസുണ്ടതാണ്. സംശയിച്ചാ പിന്നെ എന്താ ചെയ്യാന്ന് സംഭവം ഒരു കാര്യങ്ങളല്ലേ. ഞങ്ങനെ വിഷയം മതി. ആരെയൊന്നും കണ്ട നോക്കട്ടെ. ആരെയൊന്നുമില്ല. നീ അടുത്ത ആളെ ആരെയും നോക്കട്ടെ. എന്താ കാലിലെന്താ സംഭവം? കാലിൽ ഇങ്ങനെ നമ്മള് സമയത്ത് ജമ്പ് ചെയ്തതാണ്. ജമ്പ് ചെയ്താണ്. ബൈക്കിലല്ല, അല്ലാതെ അങ്ങനെ ജമ്പ് ചെയ്ത. ഞാൻ ആരെയൊന്ന് പരിശോധിക്കട്ടെ. ഒറ്റ മിനിറ്റ്.
അറിയൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ആ ഷർട്ടും കൂടെ ഒന്ന് അടിച്ചേ പറ്റുള്ളൂ. എന്തിനാണ്? ഇല്ല, എന്റെ ഒരു സംശയം ക്ലിയർ ആക്കണമല്ലോ. അല്ല, അത് സംഭവം ശരിയല്ലേ? ഒരു നോക്കട്ടെ. അവിടെ ഊരിക്കോളൂ, കുഴപ്പമില്ല. അങ്ങനെയുള്ള പാർട്ടികളല്ല ഞങ്ങൾ കേട്ടോ. കുഴപ്പമില്ല, വളരെ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളുടെ കഥകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു, സംഭവങ്ങൾ കണ്ടു, എല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട്, വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. 101 അപ്പൊ അതൊക്കെ ആയി. പിന്നെ ഇത് 3300. ഇപ്പൊ എല്ലാം പൂർണ്ണമായി വിശ്വാസമായി കിട്ടും. അടുത്ത് വന്നേ. അപ്പൊ നിങ്ങളെ ഈ വേഷത്തെ കാണുമ്പോ എനിക്ക് എന്റെ മനസ്സിലൊരു കഥ ഇങ്ങനെ ഒരു ഓർമ്മ വരും, നല്ലൊരു ത്രെഡ് എന്റെ മനസ്സിൽ കിട്ടുകയാണ്. അതായത് ഒരു കഥ ഞാൻ പറയാം. ജയിൽ ചാടിയ 2 പ്രതികളെ ഇടിയൻ ചാക്കോ എന്ന് പറഞ്ഞ ഒരു SI വളരെ അതിസാഹസികമായി പിടിച്ചു. മനസ്സിലായോ? പിടികിട്ടിയില്ലേ? ഇത് കണ്ടോ? ഈ വീട് വീടാന്തരം വേഷം മാറി നിന്ന് കക്കുന്ന 2 കള്ളന്മാരാ, പ്രതികളാവന്മാര് ജയിൽ ചാടി വന്നേക്കാ. സാർ അങ്ങനെ ആകുമ്പോ എനിക്ക് പേടി. സാർ ഇങ്ങനെ പിടിച്ചപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നൊരു കഥ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വേണ്ട, പറയണ്ട. ഒന്ന് നീ പുറം ലോകം ഇനി കാണുന്നില്ലല്ലോ. അല്ല സാർ, ഞാൻ പുറം ലോകത്ത് വേണ്ട. അല്ല, ഞാൻ ജയിലിന് അഴിക്കുള്ളിൽ നിന്ന് സാർ പേനും പേപ്പർ മാത്രം തന്നാൽ മതി സാറേ. പേനും പേപ്പർ മാത്രം തന്നാൽ മതി സാറേ. ഞാൻ എഴുതിക്കൊള്ളാം സാറേ. അവസാനത്തെ ആഗ്രഹമാണോ? അതെ അതെ ആണല്ലോ. അതെ അതെ. കഥ പറ. ആ കഥ എന്താണ് സാറേ? സാറേ, ഇങ്ങനെ പിന്നെ അതിവിദഗ്ധമായിട്ട് ഇങ്ങനെ ജയിൽ ചാടിയ 2 പിന്നെ ജയിൽ പുള്ളികളെ. സാറിന്റെ പേര് തന്നെയാണ്. സാറിന്റെ പേര് എന്താ പറഞ്ഞത്? ഇടിയൻ ചാക്കോ. ഇടിയൻ ചാക്കോ എന്ന പോലീസുകാരൻ തന്ത്രപരമായി SI പിടിച്ചു. അപ്പോ പിടിച്ചപ്പോ അവര് വളരെ തന്ത്രപൂർവ്വം ഈ ഇടിയൻ ചാക്കോയുടെ കൈ തട്ടിത്തെറിപ്പിച്ച് രക്ഷപ്പെട്ട് എത്ര ദൂരം വേണേലും ഓടിക്കോ. ഞാൻ പോയിക്കോട്ടെ സാറേ. നിന്നെ കിട്ടിയല്ലോ. നീ പോകാൻ പറ്റേ? നീ ഇവിടെ നിൽക്ക്. അവൻ പോയാൽ നിന്നെ കൊണ്ട് ഞാൻ പിടിപ്പിച്ചോളാം. ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോ നിനക്ക് എന്താ തോന്നുന്നത്? ചാടിപ്പോയ പ്രതികളിൽ ഒന്നിനെ വീണ്ടും പിടിച്ചു അല്ലേ? നമുക്ക് പോയാലോ? അല്ല സാറേ, പോ സാറേ. അല്ല സാറ് പോയിക്കോ, ഞാൻ വൈകിട്ട് എത്തിയാൽ മതിയോ? അല്ല സാറ് പോയിക്കോ, ഞാൻ എത്തിയേക്കാം. നടക്കണ എന്റെ തൊപ്പി തട്ടിക്കളച്ച് അവൻ ഓടിയത് കണ്ടോ? നിന്നെ വിട്ടാൽ നടക്ക്. മുദ്ര പോയി സാറേ. മുദ്ര പോയ സാറിന്റെ വെയിറ്റ് മൊത്തം പോകാം. താങ്ക് യു. വലിയ ഉപകാരം കേട്ടോ. അവന്റെ നടത്താം. എവിടെ പോടാ? ഞാൻ ഈ ദുർഗന്ധം കൊണ്ട് മാറ്റി തന്നെ ഞാൻ ഇങ്ങനെ വരാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അവിവാഹിതയായ ഒരു സ്ത്രീ താഴെ നിൽക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ചില തന്റെ വായാടി പെണ്ണുങ്ങൾ കലവില ചുമ്മാതെ വായിട്ടടിക്കും, ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ചളവ് ഞാൻ കേട്ടില്ല. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ-പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. അമർ അക്ബർ അന്തോണി ടീം ഇവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ തിയേറ്ററിലും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അമർ അക്ബർ അന്തോണി. ലജ്ജാവതി ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഗംഭീര ഇളക്കി മറിച്ച ഒരു പാട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിയേറ്ററിലൊക്കെ നല്ല കയ്യടിയും പാട്ടും ഒക്കെ വരുന്നത് താങ്കളുടെ ആ ഒരൊറ്റ പാട്ടാണ്. പ്രേമമെന്നാൽ എന്താണ് പെണ്ണ്. അത് പൃഥ്വിരാജ് അസലായിട്ട് പാടിയിട്ടുണ്ട്. പൃഥ്വിരാജ് മാത്രമല്ല, അതിൽ കൂടെ പാടിയിരിക്കുന്ന ആരൊക്കെയാ? ജയസൂര്യ, ഇന്ദ്രജിത്ത്, ഷാജോൺ. 4 പേര് കസറി പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് പ്ലീസ് ഒരു 4 വരി. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത്
പെണ്ണുങ്ങടെ കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ എറിയില്ലേ സുന്ദരി പെണ്ണേ. ആ ചെമ്പരത്തി പൂവെടുത്ത് ചെറിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ആ ചെമ്പരത്തി പൂവെടുത്ത് ചെറിയിൽ ചുടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. അടിപൊളി പാട്ടുക. പൃഥ്വിരാജ് അസലായിട്ട് പാടി. ഇക്ക അതിന്റെ കൂട്ടത്തിൽ വരണം കേട്ടോ. അല്ല, ഇക്കായ അസാധ്യമായിട്ട് പാടി, പക്ഷെ പൃഥ്വിരാജ് പാടിയപ്പോൾ ഇതിനേക്കാളും രസം ഉണ്ടായിരുന്നു. എന്ത് അത് പൃഥ്വിരാജ് അങ്ങനെ പാടിക്കോട്ടെ വിചാരിച്ചിട്ട് വിട്ടുകൊടുത്ത. സാധാരണ ഇത്രയും നല്ലൊരു സോങ് ഒന്നും ഇക്ക വിട്ടുകൊടുക്കുന്നതല്ല. പക്ഷെ അതിന്റെ പടത്തിന്റെ ക്ലൈമാക്സിൽ വെരി എൻഡിൽ ഞാനാ പാടിയത്. പിന്നെ അവസാനം ഇവര് 3 പേര് പാടുന്നില്ലേ, ആ പോർഷൻ ഞാനാ പാടിയത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സിനിമ കണ്ടു, ഭയങ്കരമായിട്ട് ചിരിച്ചു, ഗംഭീരമായിട്ട് ചിരിച്ചു. ഞാൻ പറയില്ല വിജയ നായികയാണെന്ന്. അതെ, റാണി പത്മിനി എന്ന സിനിമയിൽ ഒരു ഉഗ്രം വേഷം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സീനാണ്, പക്ഷെ പൊളിച്ചടിക്ക്. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കണം. റാണി പത്മിനിയിലെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. റാണി പത്മിനിയിലെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത സംഭവമാണത്. മഞ്ജു ചേച്ചിന്റെ കൂടെയാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തു. ഡയലോഗ് ഒന്ന് കേട്ടോ. നിനക്കെന്താ ഇത്ര വിഷമം ചോദിക്ക്. നിനക്കെന്താ ഇത്ര വിഷമം, വല്ലാണ്ടൊക്കെ ഇരിക്കുന്നു. നിനക്ക് അങ്ങനെ തോന്നിയോ? എന്താന്നറിയില്ല, ഒരാൾക്ക് നല്ലത് വരും എന്ന് പറയുമ്പോ ദേ ഇവിടെ ഒരു ഫിങ്ങല. ആദ്യമൊക്കെ വിചാരിച്ചു ഗ്യാസിന്റെ ആണ്. അല്ല അല്ലേ? അല്ലല്ല, ഇത് അതിന്റെ ഉഗ്ര ഡയലായിരുന്നു. അത് ഒറ്റ സീരിയൽ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് ശരിക്കും അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ അശ്വതിയുടെ ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ട്. അത് ബ്രില്യന്റ് ആണ്. ബ്രില്യന്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ പടപടാ ഉത്തരം പറയുക കേട്ടാ. പെട്ടെന്ന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പോവാം. അത്ര പറയാനുള്ളൂ. റെഡി, സ്പീഡ്. അവിവാഹിതയായ ഒരു സ്ത്രീ താഴെ നിൽക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു. ഇക്കാക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. പറയും. അവിവാഹിതയായ ഒരു സ്ത്രീ താഴെ നിൽക്കുന്നു. ഒന്നും പറയൂല, കൈയാട്ടി വിളിക്കുള്ളൂ. എന്തിനാ അതും അവിവാഹിത? എന്ത് പറയാൻ ഒന്നും പറയില്ല. ഹലോ, എന്നാലും താഴെ നിൽക്കുന്നു എന്നതിനെ എങ്ങനെയാ പറയുന്നത്? എങ്ങനെയായിരിക്കും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എന്ത് കുസൃതി ചോദ്യല്ലേ? അതെ, കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യം ഈസിയാണ്. ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞാൽ മതി. അവിവാഹിതയായ ഒരു സ്ത്രീ താഴെ വെയിറ്റ് ചെയ്യുന്നു, താഴെ നിൽക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഒരു പിടിയിലടാ. ഞാൻ പറയട്ടെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇനി പറയരുത് കേട്ടോ നിങ്ങള്. എനിക്ക് വേറെ കാര്യം ഉണ്ടായി. ഇവര് തന്നെ എഴുതിയാണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ്. ഇപ്പൊ ഞങ്ങളെ ഇടയ്ക്ക് ഞങ്ങൾ ചോദിക്കായിരുന്നു, എടാ ട്രെയിനിൽ നിന്ന് കിടന്ന് കിട്ടിയാണ് സ്ക്രിപ്റ്റ്, എവിടെ ട്രെയിൻ യാത്രയിൽ. അതെല്ലാം കൂടെ ഉള്ള ഒരു ബുക്കിൽ നിന്നാണ് നമ്മൾ ഇതെടുത്തത്. അല്ല, ഇടയ്ക്ക് ഓരോ കോമഡി പറഞ്ഞ് ചീഞ്ഞു പോകുമ്പോ നോക്കിട്ട് പറയും, മറ്റേ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയാലും. ചോദ്യത്തിലേക്ക് പോവാം. അടയ്ക്കാനും തുറക്കാനും പറ്റാത്തൊരു റൂം ഏതാണ്? അടയ്ക്കാനും തുറക്കാനും പറ്റാത്ത ഒരു റൂം ഏതാണ്? റൂം പറയൂ കുട്ടി. കുസൃതി ചോദ്യമാണ്. ശ്രേയക്കുട്ടി ആലോചിക്കൂ, തലയൊക്കെ പോകട്ടെ. അടയ്ക്കാനും തുറക്കാനും പറ്റാത്തൊരു റൂം. മഷ്റൂമാ? അതുമല്ല, ഞാൻ ചെവിക്കകത്ത് ഇരുന്നങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മള് പോയ ഹോട്ടലുകളും പൂജയ്ക്ക് വെക്കാൻ പറ്റാത്തൊരു ബുക്ക്. എന്താ? പൂജയ്ക്ക് വെക്കാൻ പറ്റാത്തൊരു ബുക്ക് കേട്ടിട്ടുണ്ട്. മാംസ ബുക്ക്, ഗിന്നസ് ബുക്ക്. അതല്ലല്ലോ, അത് കറക്റ്റാണ്. ഉത്തരം കറക്റ്റാണ്. അവൾ ഉദ്ദേശിച്ച ഫേസ്ബുക്ക് ആയിരിക്കും. അതല്ല, മാംസ ബുക്കല്ല, മാംസ ബുക്കാണ്. ഗിന്നസ് ബുക്ക്. ഗിന്നസ് ബുക്ക്. പൂജയ്ക്ക് വെച്ചാൽ കുഴപ്പം? ബുക്കല്ലേ, ഒരു ഫിസിക്കൽ സാധനമല്ലേ, എടുത്ത് വെക്കാമല്ലോ.
അപ്പൊ ഫേസ്ബുക്ക് അത്തരത്തിലേക്ക് എത്താൻ വേണ്ടി കിടന്ന് പാടുവിട്ട് അതാണ് നിങ്ങൾ ആ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി കളിച്ച കളിയാണല്ലോ. അതുകൊണ്ടാണ് ഒരു സിനിമ അതെ, ആ സിനിമയില് ക്ലൈമാക്സ് എത്തിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കാണിച്ചത് ഇതുപോലെ തന്നെ ഇപ്പൊ അവള് അതാണ്. ലില്ലിയുടെ സഹോദരങ്ങളാണ് ലാലി, ലീല, ലാലു. ലില്ലിയുടെ സഹോദരങ്ങളാണ് ലാലി, ലീല, ലാലു. അതാരെങ്കിലും ആവട്ടെ. അല്ല, ആ കൊച്ചിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇന്നൊന്നും അത് പഠിക്കില്ല അത്. ആ ശരി, അങ്ങനെയാണെങ്കിൽ ലില്ലിയുടെ പപ്പയുടെ പേരെന്ത്? ലാലു. ശ്രേയക്കുട്ടി വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ ചിലപ്പോ ഇത് പറയാൻ പറ്റും. ആ പാട്ടല്ല, വേറെ ഏതോ ഒരു പാട്ടുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ലില്ലിയുടെ പപ്പയുടെ പേരെന്ത്? സഹോദരങ്ങളുടെ പേരൊന്നും കൂടെ പറഞ്ഞേ. സഹോദരങ്ങളുടെ പേര് ലാലി, ലീല, ലാലു. പാട്ട് കേട്ടിട്ടില്ല? എന്നോട് ക്ഷമിക്കണൊക്കെ, ഞാനല്ലല്ലോ. എന്നോട് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഇടിക്കാൻ നമ്മൾ പ്രത്യേകം ഒരു റൂം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. എന്നെ അല്ല അവരെ. കൂടെ ചോദിക്കും. ആ ഒരെണ്ണം കൂടി ഉള്ളു കേട്ടോ. ആ ഇതെനിക്ക് ഇക്കയോട് ചോദിക്കാനുള്ളതാണ്. ഇക്ക ശക്തിമാൻ സീരിയൽ കണ്ടിട്ടുണ്ടോ? ശക്തിമാനാ കണ്ടിട്ടുണ്ടോ? അന്നൊന്നും വീട്ടിൽ ടി വി ഉണ്ടായില്ല. ഉണ്ടായിരുന്നില്ല, അപ്പൊ കണ്ടിട്ടേ ഇല്ല. ഇല്ല. ഈ കാസറ്റിനുള്ളിൽ കൂടെ പേന ഇട്ടിട്ട് ഇതിങ്ങനെ റിവൈൻഡ് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ട്. ഈ ടിവിയുടെ നോബ് തിരിച്ച് ചാനൽ മാറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രായമായിട്ട് കണക്ട് ചെയ്തെന്തോ പണി മേടിക്കാനുള്ള പരിപാടിയാ. ദൂരദർശൻ തുടങ്ങിയ സമയത്ത് കാര്യം. ഓ, എനിക്ക് മനസ്സിലായി. പറഞ്ഞോ എന്നാ. കാസറ്റ്, ഓഡിയോ കാസറ്റ് റിവൈൻഡ് ചെയ്തിട്ടുണ്ടോ? പേനൊക്കെ ഇട്ടിട്ട് റിവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടിവിയുടെ നോബ് മാറ്റിയിട്ടുണ്ട്. ശക്തിമാൻ സീരിയല് അതിന് അപ്പൊ ടിവിയെ വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടില്. എല്ലാ റൗണ്ടാണ് ശക്തിമാൻ ഇങ്ങനെ ഇല്ല, പിടിയിട്ടില്ല. എനിക്ക് ആ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ആളെന്നുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ കറക്കാൻ പഠിക്കണമെന്നാണോ? അതിലേക്കൊക്കെ തന്നെയാണ്, കറക്കാൻ വേണ്ടി. പറയട്ടെ, ഈ കാലഘട്ടം ഒക്കെ ഇക്ക കടന്നു വന്നിട്ടുള്ളതാണെങ്കിൽ അതിന്റെ അർത്ഥം ഇക്കയ്ക്ക് പ്രായമായിരിക്കുന്നു. ചില ചില തന്റെ വായാടി പെണ്ണുങ്ങൾ കലവില ചുമ്മാതെ വായിട്ടടിക്കും. ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും. കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ചളവ് ഞാൻ കേട്ടില്ല. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, അതിന്റെ പുറഞ്ഞേക്ക്. ഇക്ക ശക്തിമാൻ സീരിയൽ കണ്ടിട്ടുണ്ടോ? കാസറ്റിനുള്ളിൽ കൂടെ പേന ഇട്ടിട്ട് ഈ ടിവിയുടെ നോബ് തിരിച്ച് ചാനൽ മാറ്റിയിട്ടുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ്, ഒരു സൂപ്പർ ഹിറ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇക്ക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവിടെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഫ്ലോറിലാണ് ഞാൻ പ്രേമമെന്നാൽ എന്താണ് പെണ്ണെ എന്ന പാട്ട്. വളരെ ഐശ്വര്യമുള്ള വേദിയാണിത്. അവിടുന്ന് തുടങ്ങിയിട്ട് ഇന്ന് പ്രേമമെന്നാൽ എന്താണ് പെണ്ണെ ആ പാട്ട് മാത്രമല്ല, പിന്നെ ഈ ശ്രേയമോള് പാടിയ പാട്ടും അതിലെ മറ്റ് പാട്ടുകളും എല്ലാം ജനം ഏറ്റുപാടുന്നുണ്ട്. സിനിമ വളരെ നെഞ്ചിലേറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രേക്ഷകരെല്ലാവരും, ഈ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്നത് ഞങ്ങളൊരു മിമിക്രി കുടുംബത്തിൽ നിന്ന് വന്ന സിനിമയാണ് എല്ലാവരും. അപ്പോൾ ഇനി ഈ വേദിയിൽ നിന്ന് തന്നെ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളല്ല, മലയാളത്തിലെ നാളത്തെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വരുന്ന ഈ വേദിയിൽ ഒരുപാട് പുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.